الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات تدبر القرآن. وسنتحدث اليوم من آية السادسة بعد المئة إلى آية الثانية عشرة بعد المئة من سورة البقرة إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها. فنسخ അർത്ഥം എഴുതുന്നില്ല. ദുർബലപ്പെടുത്തി. മാ നൻസഖ് മിൻ ആയത്തിന് ഇവിടെ മാ എന്താണ്? ഷർത്തിയായിട്ടുള്ള മായ. ഇൻ നൻസഖ് എന്നാണ്. നാം ദുർബലപ്പെടുത്തിയാൽ. കാരണം എന്താണ്? ഇൻ പോലെ അവിടെ നൻസഖ് ജസ്മി ചെയ്തിരിക്കുക. ക്രിയയ്ക്ക് ഇൻ ജസ്മി ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ക്രിയയുടെ അവസാനം സുക്കൂൻ വരുത്തുന്നത് ഏതൊക്കെ ക്രിയകളാണ്? ഏതൊക്കെ പദങ്ങളാണ്? ക്രിയയ്ക്ക് അവസാനം സുക്കൂൻ വരുത്തുന്നത് ഇൻ, ലം, ലമ്മ, ലാമുൽ അംർ, ല, അന്നാഹിയ. അഞ്ചെണ്ണമാണ്. പക്ഷെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ലാമുൽ അംർ വേറെ പഠിക്കുന്നുണ്ട്. ലാമുൽ അംർ അല്ല, ലന്നാഹിയ വേറെ പഠിക്കുന്നു. ലാ തഫ്അൽ നമ്മൾ വേറെ പഠിക്കുന്നു. അതുകൊണ്ട് അവിടെ ലാ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതില്ല. പിന്നെ ലാമുൽ അംർ എന്ന് പറഞ്ഞാൽ ഫൽ യൻദുർ എന്ന് വരുന്നത് പോലെ ലായാണ്. ഫൽ യൻദുർ. ലിയുൻഫിഖ് എന്ന് വരുന്നതാണ് ശരിക്കും അതിന്റെ പ്രയോഗം, ലിയുൻഫിഖ്. പക്ഷേ ലി അവിടെ എന്തായില്ല, അധികം സ്ഥലങ്ങളിലും വായോ ഫായോ ചേർന്നിട്ട് അല്ലെങ്കിൽ മുമ്പുള്ള പദത്തോട് ചേർന്നിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ ഫൽ ലാമിന് സുക്കൂനായിരിക്കും വരിക. അപ്പൊ അത് അപൂർവം കുറച്ച് പ്രാവശ്യം മാത്രം വരുന്ന പ്രയോഗമാണ്. കുറെ ഉണ്ടെങ്കിലും എന്താണ്, കുറഞ്ഞ പ്രയോഗമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ഇന്നും ലമ്മും ആണ് അധികവും വരുന്നത്. ഇന്നും ലമ്മും പിന്നെ ലമ്മായും വരും. ഇന്നും ലമ്മുമാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഇന്നിന്റെ അതേ പ്രയോഗമാണ് ഇവിടെ മാ വന്നിട്ട്. ഇൻ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി, നാം കൊണ്ടുവരും. അപ്പം ഇൻ നൻസഖ് നാം ദുർബലപ്പെടുത്തിയാൽ, മിൻ ആയത്തിൻ ഒരു സൂക്തത്തെ, ഔ നുൻസിഹ അല്ലെങ്കിൽ മറപ്പിച്ചാൽ.
അൻസ മറപ്പിച്ചു, നസിയ മറന്നു, അൻസ മറപ്പിച്ചു. ഔ നുൻസിഹ അല്ലെങ്കിൽ നാം മറപ്പിച്ചു കളഞ്ഞു. അപ്പം അതായത് നാസിഖും മൻസൂഖും ആയ ചില സൂക്തങ്ങളുണ്ട്. അത് നമ്മൾ വിശദമായി പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അത് വേറൊരു വിഷയമായിട്ട് നമ്മൾ ഇൻഷാ അള്ളാ നമ്മൾ 1-2 സൂറത്തൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ചില ആയത്തുകൾ അപ്രസക്തമാകും. അള്ളാന്റെ കൽപ്പന പ്രകാരം ചില ആയത്തുകൾ എന്താവും, അപ്രസക്തമായി തീരും. അപ്പോ അതിലെ കൽപ്പന ഇപ്പോൾ പ്രസക്തമാവുകയില്ല, നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടാവും. അത് നമ്മൾ പിന്നീട് വിശദമായി ചർച്ച ചെയ്യും. ഔ നുൻസിഹ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം ഇറക്കി കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, മറപ്പിച്ചു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നഅതി ബിഖൈരിൻ മിൻഹ, നാം അതിന് ഉത്തമമായിട്ടുള്ളതിന് കൊണ്ടുവരും. അതിവിടെ പരിഭാഷ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തല്ല മാ, എന്തല്ല നെഗറ്റീവ് അർത്ഥത്തിലുള്ള മായല്ല, ഇൻസഖ് എന്നാണ്. നാം ദുർബലപ്പെടുത്തിയാൽ മിൻ ആയത്തിൻ ഒരു സൂക്തത്തെ, ഔ നുൻസിഹ അല്ലെങ്കിൽ നാം അതിനെ മറപ്പിച്ചു കളഞ്ഞാൽ, നഅതി ബിഖൈരിൻ മിൻഹ നാം അതിനേക്കാൾ ഉത്തമമായതിനെ കൊണ്ടുവരും. നഅതി ബിഖൈർ എന്ന് പറഞ്ഞപ്പം അത്താ ബിയുടെ അർത്ഥമായി. അത്താ വന്നു, അത്താ ബി കൊണ്ടുവന്നു. നഅതി ബിഖൈരിൻ ഉത്തമമായതിനെ നാം കൊണ്ടുവരും. ബിഖൈരിൻ മിൻഹ അതിനേക്കാൾ ഉത്തമമായതിനെ നാം കൊണ്ടുവരും. ഔ മിസ്ലിഹ അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തത്തുല്യമായിട്ട്. ഇതിൽ ഒരു ഫിലോസഫി ഉണ്ട്. അതായത് ഒരു മഹാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും ലോകത്തിന് അദ്ദേഹം തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു തീരാ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും, പകരം വേറൊരാളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ അയാളെ കണ്ടെത്താൻ ചിലപ്പോൾ സമയമെടുക്കും, നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പൊ പകരം വേറൊരാൾ എന്ത് ചെയ്യണം, വരണം. ഒരു നേതൃത്വത്തിൽ ഒരാള് ഇമാമായിട്ട് നിന്നെന്ന് വിചാരിച്ചു. ഇമാമായിട്ട് നിന്നയാള് എന്തെങ്കിലും അസൗകര്യത്തിൽ അയാൾ മാറിയാൽ എന്ത് ചെയ്യണം, അടുത്തൊരു നാം വരണം. അപ്പോ ഇത് ഒരു തത്വമാണ്. ഖുർആനിലെ നാസിഖ് മൻസൂഖ് അല്ലെങ്കിൽ ദുർബലപ്പെടുത്തിയ സൂക്തം, ദുർബലപ്പെടുത്തപ്പെട്ട സൂക്തം, അങ്ങനെ സംഗതി ഉണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം ഇറക്കി കൊടുത്തത് പിന്നീട് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ തത്തുല്യമായി. എന്തായാലും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അലം തഅലം എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ലേ, അലം തഅലം നീ അറിഞ്ഞിട്ടില്ലേ എന്നാണ്. അലിമ തഅലമു നീ അറിയുന്നു. ലം വന്നാൽ പാസ്റ്റ് ടെൻസ് ആവും, നീ അറിഞ്ഞിട്ടില്ല. ആ വന്നാൽ ചോദ്യം, നീ അറിഞ്ഞിട്ടില്ലേ. നിനക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ സാധാരണ സംസാരിക്കാൻ പറഞ്ഞു നിനക്കറിഞ്ഞൂടെ അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് എന്ന പോലെയാണ് പറഞ്ഞത്. അന്നല്ലാഹ. അപ്പൊ ഇവിടെ അന്ന വന്നുകൊണ്ടാണ് അവിടെ പത്തകം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? അന്ന വന്നുകൊണ്ടാണ് അള്ളാഹ് എന്ന വാക്കിന്റെ അവസാനം പത്തകം വന്നത്. അപ്പൊ അതേപോലെ ഈന വരുമ്പോൾ അന്ന വന്നിട്ടുണ്ടെങ്കിൽ ഈന വന്നപ്പോ നമുക്ക് മനസ്സിലായി അന്ന വന്നുകൊണ്ടാണ് അവിടെ ഈന വന്നതെന്ന് മനസ്സിലാകണം. അവിടെ കെസ്റുണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ ഈച്ച് വൺ, എല്ലാത്തിനും. ഖദീർ, ഖാദിർ എന്നല്ല പറഞ്ഞ് ഖദീർ, കഴിവുള്ളവൻ, നല്ല കഴിവുള്ളവനാണ്. ഖാദിർ കഴിവുള്ളവൻ, ഖദീർ നന്നായി കഴിവുള്ളവൻ. അപ്പൊ അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇപ്പൊ ഒരു സൂക്തം കൊണ്ടുവന്നിട്ടുണ്ട്, അതിന് പകരം സൂക്തം കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് അത് അങ്ങനെ ഒരു ഘടന അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, നിശ്ചയിച്ചത് കൊണ്ട് സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു സൂക്തം അവതരിപ്പിച്ചു, പിന്നീട് വേറെ സൂക്തം അവതരിപ്പിച്ചു. അപ്പൊ അള്ളാഹ്ക്ക് ഈ സൂക്തം രണ്ടാമതേറെ അവതരിപ്പിച്ച സൂക്തം ആദ്യം തന്നെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ
അങ്ങനെ ചെയ്തില്ല. കാരണം അള്ളാഹ് അങ്ങനെ ഒരു ഗഡ നിശ്ചയിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം ഒരു സൂക്തം ഇറക്കി കൊടുത്തു, പിന്നീട് അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് വേറെ സൂക്തം അവതരിപ്പിക്കും. അപ്പൊ രണ്ടാമത്തെ എന്തുകൊണ്ട് ആദ്യം അവതരിപ്പിച്ചില്ല എന്ന് ചോദ്യം പ്രസക്തമല്ല. കാരണം അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ ഹിക്മത്ത് അറിയുക. അള്ളാഹ് ഹക്കീമാണ്, യുക്തിമാനാണ്. അപ്പൊ അള്ളാഹ് ചെയ്യുന്ന എല്ലാം യുക്തിപൂർണമാണ്. അള്ളാഹ്ക്ക് നേരത്തെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നൊരു ചോദ്യം മാത്രമാണ് അവിടെ പറയുന്നത്. അലം അല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. അപ്പോ ഇത് ഒരു തത്വമാണ്, ഒരു ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു മഹാതത്വമാണ്. എന്താണ് ഇവിടെ ചോദിക്കുന്ന? അലം തഅലം അല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക് എന്താണ്? ആധിപത്യം, ഉടമസ്ഥത. അപ്പൊ മുൽക്ക്, ആധിപത്യം അള്ളാഹ്ക്കുള്ളതാണ്. മുൽക്കു സമാവാതി വൽ അർദ്. സമാവാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശൂന്യതയും അല്ലാത്തതുമായ എല്ലാ ആകാശവും സമാവാത്ത് എന്നാണ്. ആകാശങ്ങൾ, നമ്മൾക്ക് ആകാശം എന്ന് മാത്രമേ പറയൂ, നമ്മൾ ആകാശങ്ങൾ എന്ന് പറയാറില്ല. ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് ആകാശങ്ങൾ എന്നാണ്. അപ്പോ മുൽക്കു സമാവാത്ത് ആൽ ചേർത്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? സർവത്തിനെയും സൂചിപ്പിക്കാനുള്ള അല്ലാണ് ഇവിടെ ഉള്ളത്. അസമാവാത്തി വല്ലർദ് എന്ന് പറഞ്ഞാൽ ആ ഒന്നിനെ എടുത്ത് പറയാനുള്ളത്. സബേ സമാവാത്ത് എന്ന് പറഞ്ഞല്ലോ, അള്ളാഹ് 7 ആകാശങ്ങൾ. അതിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ടാകാം. എന്തായിരുന്നാലും അസമാവാത്ത്, ശൂന്യമായതും നിറഞ്ഞതും അല്ലാത്തതുമായ, ശൂന്യമായതും നിറഞ്ഞതുമായ എല്ലാ ആകാശത്തിന്റെയും ഉടമസ്ഥത അള്ളാഹ് കൊടുക്കണം. അപ്പൊ ആ ആകാശങ്ങളിലാണ് പിന്നെ എന്തുള്ളത്? പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഭൂമിയാകട്ടെ, വ്യാഴമാകട്ടെ, ബുധനാകട്ടെ, ശുക്രനാകട്ടെ, നെപ്റ്റ്യൂണാകട്ടെ, പ്ലൂട്ടോആകട്ടെ, പിന്നീട് കണ്ടുപിടിച്ച ഗ്രഹങ്ങളാകട്ടെ, അവയുടെ ഉപഗ്രഹങ്ങളാകട്ടെ, നക്ഷത്രം, സൂര്യനാകട്ടെ, അതുപോലുള്ള കോടാനകോടിക്കണക്കിനുള്ള നക്ഷത്രങ്ങളാകട്ടെ, ഇതെല്ലാം നിലനിൽക്കുന്നത് ഈ ആകാശത്തിലാണ്. അതിന്റെ ആധിപത്യം അള്ളാഹ്ക്കുള്ളതാണ്. പിന്നീട് ഒരു മൊട്ടുതൂകിയോ ഒരു മണൽ തരിയുടെയോ ഉടമസ്ഥ അവകാശം ആർക്കുണ്ട്? ആർക്കുമില്ല. അള്ളാഹുവിനുണ്ട്. അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. പിന്നെ ലഹു ആദ്യമാണ് പറഞ്ഞത്. ലഹു അവനുള്ളതാണ് മുൽക്കു സമാവാതി വൽ അർദ്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ആതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അള്ളാന്റെ പണത്തിൽ നിന്നാണ് എടുത്ത് കൊടുക്കേണ്ടത്, നിങ്ങളുടെ പണത്തിൽ നിന്നല്ല കൊടുക്കേണ്ടതെന്നാണ്. ആതൂഹും അവർക്ക് കൊടുക്കണം. എന്ത് കൊടുക്കണം? മിൻ മാലില്ല, അള്ളാന്റെ സ്വത്തിൽ നിന്ന്. അല്ലദീ ആതാക്കും, നിങ്ങളെ കൈ തന്നിരിക്കുകയാണ്. നിങ്ങൾ കൈ തന്നിരിക്കുന്ന അള്ളാന്റെ സ്വത്തിൽ നിന്നാണ് എടുത്ത് കൊടുക്കേണ്ടത് എന്നാ പറഞ്ഞു. അപ്പോ അതുകൊണ്ടാണ് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് പറഞ്ഞു. ഇവിടെ അവിടെ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം അള്ളാഹ്ക്കുള്ളതാണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ലഹു മുൽക്ക്, ഉടമസ്ഥാവകാശം, ആധിപത്യം അള്ളാഹ്ക്കുള്ളതാണ്. വേറെ ആർക്കും ഒരു ആധിപത്യം ഇല്ല. ആധിപത്യം ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും ഉടമസ്ഥാവകാശമില്ല. ഓക്കെ. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അതുകൊണ്ട് തന്നെ ആധിപത്യം അവനുള്ളതാണ്. അതുകൊണ്ട് ഒമാലക്കും, നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി, ദൂന എന്ന് പറഞ്ഞാൽ ഗൈരി പറയുന്നത്, കൂടാതെ, ദൂനില്ലാഹി അല്ലാഹ് കൂടാതെ നിങ്ങൾക്ക് ഇല്ല, മിൻ വലിയ്യിൻ രക്ഷാധികാരിയാൽ, വലാ നസീരിൻ സഹായിയാലും വലിയായും നിങ്ങൾക്ക് ആരും തന്നെ ഇല്ല, അള്ളാഹെ കൂടാതെ വേറെ ആരും തന്നെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഖുർആന്റെ ഒരു തത്വമാണ്. ഖുർആന്റെ തത്വമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ് ഒക്കെ നിങ്ങൾ വീണ്ടും റീവൈൻഡ് ചെയ്തിട്ട് കേട്ടിട്ട് അത് എടുത്ത് എഴുതി വെച്ചോളാം. ഇതൊക്കെ തത്വങ്ങൾ. ലഹു മുൽക്കു സമാവത്ത് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹ്ക്കുള്ളത്. അതിനെ ബേസ് ചെയ്ത് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കാം. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോഴും
സമ്പത്തിന്റെ ഉടമസ്ഥതയെ കുറിച്ച് പറയുമ്പോഴും അതാണ് ബേസിക് തിയറി. ലഹു മുൽക്കു സമാവാതി വൽ അർദ് ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. അതേപോലെ എന്താണ് അൽ വലാ വൽ വറാ എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട്. അൽ വലാ വൽ വറാ. അൽ വലാ വൽ വറാ എന്ന് പറഞ്ഞാൽ രക്ഷകർത്തൃത്വം സ്വീകരിക്കലും വലിയായി സ്വീകരിക്കലും, അതേപോലെ അള്ളയെ മാത്രം വലിയായി സ്വീകരിക്കുകയും അല്ലാത്തവരെ എല്ലാം ത്യജിക്കുകയും ചെയ്യും. ഒഴിവാക്കുക, മുക്തമാവുക, അവരിൽ നിന്നും മുക്തമാവുക. അല്ലാത്തവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? അല്ലാത്ത എല്ലാവരിൽ നിന്നും നാം വിട്ടു നിൽക്കുകയും അള്ളയെ മാത്രം അവലംബിക്കുകയും ചെയ്യുക. ലോകം അത് ചെയ്യാത്തത് കൊണ്ടാണ് ലോകം ഇന്ന് എന്ത് ചെയ്യുന്നത്? ഇന്ന് പള്ളിക്കുഴിയിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ വിചാരിക്കും ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പണത്തിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹ്ക്കുള്ളതാണ്. അള്ള എന്ത് ചെയ്യുന്നു? ഇവരിട്ട് കളിപ്പിക്കുക. അവരുടെ കയ്യിൽ പണം കൊടുക്കും. പണം കൊടുത്താൽ അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞവർക്ക് അവർ കൊടുക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഓക്കെ, നിന്റെ കയ്യിൽ ഇരിക്കാമെന്ന് നീ വിചാരിച്ചോ, പക്ഷെ നാം ആണ് അതിന്റെ കൺട്രോൾ ചെയ്യുക. വേൾഡ് ട്രേഡ് സെന്റർ സെക്കൻഡ് കൊണ്ട് തകർന്നപ്പോഴത്തേക്ക് എന്തായി? അവിടെ കോടാനകോടിക്കണക്കിന് ആൾക്കാർ സൂക്ഷിച്ചിരുന്ന പണങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. എന്റെ പണം നഷ്ടപ്പെട്ടു വന്നു. കാര്യം എന്താ? ഇതെല്ലാം അവര് ജനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമ്മൾ വിചാരിച്ചു ഓക്കെ, അമേരിക്കയിൽ കൊണ്ടുവന്ന് വേൾഡ് ട്രേഡ് സെന്ററിൽ പോലുള്ള സ്ഥലങ്ങളിലെ കേന്ദ്രങ്ങളിലൊക്കെ അവിടെ എന്തുണ്ട്? സുരക്ഷിത കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ സൂക്ഷിച്ചാൽ, അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ, അവിടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് അവിടെ തന്നെ കിടക്കും, നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ കൊണ്ടുവരാമെന്നത് ഒന്നാണ്. അപ്പോ അള്ളയാണ് വലിയ രക്ഷാധികാരി. അള്ളയാണ്. അല്ലാതെ വേറെ ആരും നിങ്ങളെ സഹായിക്കില്ല. ഇത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചിട്ട് ഇതിന് ബോധപരമായി നിങ്ങൾ കാണുന്ന തത്വങ്ങളൊക്കെ വേറെ എഴുതി വെക്കുന്നത്. ഒരു പേജിൽ ഒരു 10 പേജ് അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഈ വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ. അല്ലാതെ നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയുമില്ല, സഹായിമില്ല എന്ന് അവിടെ ഹെഡിങ് എഴുതി വെക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള സൂക്തങ്ങൾ നിങ്ങൾ കാണും വായിക്കുമ്പോഴേ. വലിയും വലാ നസീറും മാത്രല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാവൂലേ? വലിയും നസീറും അല്ലാതെ പിന്നെ വേറെ ആരുണ്ട്? വേറെ എന്താ ഉണ്ടാകുന്നത്? അള്ളാന്റെ നാമങ്ങൾ കുറെ ഉണ്ടല്ലോ അല്ലേ? അള്ളാന്റെ നാമം കുറെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ല. വലിയ അല്ലാതെ, അല്ലാതെ വലിയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? രക്ഷാധികാരി സഹായിയും രക്ഷാധികാരിയും അല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ മിസൈല് കൈവശമുള്ള, അല്ലെങ്കിൽ രാസായുധം കൈവശമുള്ള, ജൈവായുധം കൈവശമുള്ള രാഷ്ട്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി. അവരെ നമ്മൾ സഹായിക്കാൻ, അവരിൽ നമ്മൾ സഹായം തേടിയാൽ അവര് നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവർക്ക് എപ്പോഴും നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. അവരാരെങ്കിലും നമ്മളെ സഹായിക്കുന്നുണ്ടോ? നമ്മളെ കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പച്ചവെള്ളം കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി വരുന്നിക്കുമെന്ന് പറയും. അവർ കൊടുക്കുന്ന എന്താണ്? നിങ്ങൾ കാണുന്നുണ്ടാവും. അവർ ഒരു മഞ്ഞ കലക്കിയിട്ട് എന്താണ് റവ കലക്കി കൊടുക്കുകയാണ് അല്ലേ? നിങ്ങൾ ഫോട്ടോയിലെ കാണുന്നില്ലേ? ആ റവയ്ക്ക് നിങ്ങൾ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുക. അവര് പാത്രം പോലും ഇല്ല. കാരണം അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെന്താ? അവര് കരിപ്പാത്രവുമായിട്ട് വരുന്നിക്കുകയാണ് ആഹാരത്തിന് വേണ്ടി. നിങ്ങൾ ആഹാരത്തിന് വേണ്ടി വരുന്നിക്കുമെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ മിസൈലാക്കുമാണ്. എന്നിട്ട് മറ്റന്മാർ അവിടെ എന്നിട്ട് പറയും നമ്മുടെ സമാധാന ചർച്ചകൾ നടത്തണം, യുദ്ധം നിർത്തണം, ഇത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മീശയും ഡാഡിയൊക്കെ മുടക്കും. ഇതെന്തായത്? ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ, ഞങ്ങളാണ് നിങ്ങളെ സഹായം, നിങ്ങൾ ഞങ്ങളെ സഹായം എന്ന് പറയുമ്പോൾ ഒക്കെ നെഞ്ചത്തടിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരെന്താ വിചാരിച്ചത്? അതാണ് ഇവരൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ദിക്ർ ചെല്ലേണ്ടത് എന്താണ്? വമാലന മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ എന്നാണ് നമ്മൾ സെക്കൻഡ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അല്ലാതെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, ഒരു രക്ഷാധികാരിയുമില്ല, ഒരു സഹായിയുമില്ല.
അം അല്ല തുരീദുന അത് അൻ തസ്അൽ എന്താ പറഞ്ഞേ? അല്ല അതുപോലെ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു അലീമും ബിദാത്തി സുദൂർ അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ, അതൊക്കെ പറ്റൂലേ? കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇതിന്റെ ബ്രാഞ്ചസ് ആണ്. അതിന്റെ അതാ ചോദിച്ചത്. ശാഖകളാണ് ഞാൻ ബാക്കി. വലിയും വലാ നസീർന്ന് വലിയ ഇതാക്കിട്ട് ആ എഴുതിയിട്ട് അങ്ങനത്തെ ഒക്കെ എഴുതിയൂടെ? അങ്ങനെ ഒന്നും എഴുതാൻ പറ്റില്ല. അതല്ല ഞാൻ അല്ലേ? ഉദ്ദേശിച്ചത്. സഹായി ഇല്ല, രക്ഷാധികാരി ഇല്ല, സഹായി ഇല്ല എന്ന് പറഞ്ഞതും അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. അല്ലാതെ അള്ളാഹ്ക്ക് ഗുണനാമങ്ങളുണ്ട്, ആ നാമങ്ങളെല്ലാം അടുത്ത് എഴുതാനല്ല പറഞ്ഞു. അതല്ല ഈ അതല്ല ഈ വലിയും വലാ പറഞ്ഞ നസീർ കാര്യം പോലെ. ഈ പറഞ്ഞ കാര്യം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ വേറെ ആയത്തുകൾ വരും. നിങ്ങൾ അള്ളയെ വലിയായി സ്വീകരിക്കാവൂ എന്ന് പറയും. അതേപോലെ നിങ്ങൾ സത്യവിശ്വാസികളെ വലിയായി സ്വീകരിക്കണമെന്ന് പറയും. നിങ്ങൾ റസൂലിനെ വലിയായി സ്വീകരിക്കണമെന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയഅ്തൂന സകാത്ത വഹും റാക്കിഊൻ. അപ്പൊ എന്താണ്? നിങ്ങളുടെ വലിയ അള്ളയാണ്, റസൂലാണ്, വിശ്വാസികളാണ്, അള്ളാന്റെ മുമ്പിൽ കുനിയുകയും റുക്കുകയും സുജൂദുകയും ചെയ്യുന്ന, അള്ളാന്റെ മുമ്പിൽ കുനിയുകയും നമിക്കുകയും ചെയ്യുന്ന വിശ്വാസികളൊക്കെയും നിങ്ങൾക്ക് വലിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ അവിടെ വലിയും എന്താണ്? മിൻ ദൂനില്ലാഹി വലിയ എന്ന് പറഞ്ഞാൽ അള്ള അല്ലാതെ നിങ്ങൾക്ക് ആരും വലിയായില്ലെന്ന് പറഞ്ഞാൽ സുപ്രീം വലിയ എന്ന് പറഞ്ഞാൽ അള്ളയാണ്. ആ അള്ളാന്റെ താഴെ നമ്മളെ സഹായിക്കാൻ റസൂൽ ഉണ്ടാവും. അള്ളാന്റെ മുന്നിൽ സർവാത്മന തലകുനിക്കുന്ന വിശ്വാസികളുണ്ട്. എല്ലാ വിശ്വാസികളെന്ന് പറഞ്ഞില്ല. الذين إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവർ, വയുത്തൂന സകാത്ത സമ്പത്തിന്റെ ബാധ്യത കൊടുക്കുന്നവർ. അതൊക്കെ പറ്റൂലേ? അതൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തെഴുതണം. പിന്നെ നിങ്ങൾക്ക് സഹായി ഇല്ല, സഹായി ഇല്ല, സഹായി ഇല്ല എന്ന് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തൊക്കെ എടുത്തെഴുതി. സഹായി നസീറും വലിയും മാത്രം. നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും രക്ഷാധികാരികളാക്കരുത് എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്തെഴുതി. അപ്പൊ നസീറും വലിയും വരുന്ന അത് തന്നെ പറ്റുള്ളൂ അല്ലേ? അതിന് സമാനമായത്, അല്ലാതെ ഗുണനാമങ്ങളെല്ലാം അടുത്തെഴുതിയാണല്ലോ. അല്ല അല്ല ഞാൻ അതിന് പറഞ്ഞ സമാനമായത്. നിങ്ങൾ വലിയായി സ്വീകരിക്കരുത്, ഇന്നയാള് വലിയായി സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. സ്വീകരിക്കാൻ പറഞ്ഞതും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും എടുത്തത്. പിന്നെ അവരെ സ്വീകരിക്കരുത്, വലിയായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. അവരെ നിങ്ങൾക്ക് വേറെ ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തെഴുതുമ്പോഴേ സൂറത്ത് ആയത്താം നമ്പർ ആയത്ത് ഇങ്ങനെ എഴുതരുത്. ഖുർആൻ അൽ ബഖറയാണെങ്കിൽ 2, അൽ ബഖറയിൽ 3-ാമത്തെ ആയത്തിന് 2 കുത്തി കഴിഞ്ഞിട്ട് 3 ഇങ്ങനെ എഴുതേണ്ടത്. നമുക്ക് ഒരുപാട് സ്ഥലം ഇല്ല ഉപയോഗപ്പെടുത്താൻ. നമുക്ക് തത്വമാണ്, പോയിന്റാണ് എഴുതേണ്ടത്. തത്വം അല്ലെങ്കിൽ പോയിന്റ് ആണ് എഴുതേണ്ടത്. നിങ്ങൾ നാളെ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് കാണേണ്ടത്. അല്ലാതെ അധ്യായം അത്രയും എഴുതിയപ്പോ ആര് വരിയങ്ങ് പോയി. അധ്യായം എഴുതണ്ടല്ലേ? ഇത്രാം നമ്പർ ആയത്ത് ഇപ്പൊ കുറെ പകുതി വരിയും പോയി. അപ്പൊ നിങ്ങൾ എടുത്ത് മറിച്ചു നോക്കുമ്പോ എല്ലാം എഴുതിയിട്ടുണ്ടെന്നാണ്. ഇവിടെ ഞാൻ ഒരു വ്യാഖ്യാനം എന്റെ ഫ്രണ്ടിലുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അൽ ബഖറ എന്ന് പറയും, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് 2-ാം അധ്യായം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2:34 34 അല്ലെങ്കിൽ ഖുർആന്റെ ഇൻഡെക്സിൽ ഉണ്ടാകും സൂറത്ത് നമ്പർ, അത് നോക്കിയിട്ട് അതാണ് എഴുതേണ്ടത്. നമുക്ക് കുറെ എഴുതി അങ്ങ് പേജ് നിറയ്ക്കല്ലേ വേണ്ടത്. നമുക്ക് കുറച്ച് അക്ഷരങ്ങളിൽ കൂടുതൽ കാര്യം നോട്ട് ചെയ്യണം. ഓക്കെ. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ. അം തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അൻ തസ്അലു റസൂലക്കും, അൻ തസ്അലു. അപ്പോ തസ്അലു എന്നുള്ള എന്ത് രൂപമാണ്? കൽപ്പനക്രിയാണോ? ഷർത്തിയായിട്ടുള്ള ഷർത്തിയാണെന്ന് ആര് പറഞ്ഞത്? കേട്ടില്ലല്ലോ ഷർത്തിയായ. അറിയില്ല, അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലില്ല, ഷർത്തിയ പഠിപ്പിച്ചിട്ടില്ല. അല്ല ഇതം കൈ പഠിച്ചിട്ടുണ്ട്.
ഷർത്തിയാന്നുള്ള പഠിച്ചില്ല. അല്ലൻ ഇതൻ കൈ പഠിച്ചിന്. അല്ലൻ ഇതൻ കൈ അതിനുശേഷം എന്ത് വരും? അഫ്ആൽ ഖംസ വരുമ്പോൾ നാ പോകും. ഞാൻ പോവും. അൻ തസ്അലൂന യസ്അലു യസ്അലൂന തസ്അലു തസ്അലൂന തസ്അലൂന നിങ്ങൾ ചോദിക്കും. അൻ തസ്അലു നിങ്ങൾ ചോദിക്കുന്നതിനെ അപൂർണക്രിയല്ലേ? അപൂർണക്രിയ. അൻ തസ്അലു നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ? അമ്മ എന്ന് പറഞ്ഞാൽ അതല്ല. അതാണ് അല്ല, നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ റസൂലക്കും റസൂലിനോട്? കമാ സുഇല മൂസ മിൻ ഖബൽ, മൂസയ്ക്ക് മുമ്പ്. കമാ സുഇല. സുഇല എന്താണ്? എന്ത് തരം ക്രിയ? ചോദിച്ചു. കർമ്മണി പ്രയോഗം. അപ്പൊ അത് കർത്തരി പ്രയോഗം എന്ത് വരും? സഅല. അപ്പൊ ഹംസ എവിടെ എഴുതണം? അടിയിൽ മുകളിലല്ലേ? ആലിഫിന്റെ മുകളിൽ എഴുതണം. സഅല. സുഇല എഴുതുമ്പം പിന്നെ ഇത് കസ്ർ വന്നോണ്ട് യായാണ്. യായുടെ കാര്യമാണ്. നമ്മൾ യാന്റെ മുകളിലാണ് ശരിക്കും എഴുതുന്നത്. പക്ഷെ ഖുർആന്റെ സ്ക്രിപ്റ്റില് യാ എഴുതുമ്പോൾ ഡോട്ട് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ, വരി ഉണ്ടാവും. കമാ സുഇല മൂസ മിൻ ഖബൽ. അപ്പൊ മൂസ നബി അലൈഹിസ്സലാം ചോദിക്കപ്പെട്ടതുപോലെ മിൻ ഖബൽ, മുമ്പ്. അതേപോലെ റസൂലിനോട് നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. മൂസ നബി അലൈഹി സ്വലാമിയോട് എന്തോ കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ചാൽ എന്തായിരുന്നത്? ബക്കറയെ കുറിച്ച്, പശുവിനെ കുറിച്ച്. ബക്കറയെ കുറിച്ച് ചോദിച്ചു. ബക്കറ എന്നാ പറഞ്ഞു. ഒരു പശുവിനെ നിങ്ങൾ അർത്ഥം എന്നേ പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു പശുവിനെ അർത്ഥം മതിയായിരുന്നു. അപ്പോ ചോദിച്ചു, അല്ല മൂസ മനസ്സിലായില്ലല്ലോ, എന്ത് തരം പശുവിനെ അറക്കേണ്ടത് എന്ന് ചോദിച്ചു ആദ്യം. അപ്പം പറഞ്ഞു ആവാനും ബൈനതായിരിക്കാന്ന് പറഞ്ഞു. അപ്പം കിഴവിയല്ല, കുഞ്ഞുമായിരിക്കാൻ പാടില്ല. അല്ല, അത് എന്ത് നിറമായിരിക്കണം? മഞ്ഞ നിറമാണെന്ന്. അപ്പൊ ഗോൾഡൻ മഞ്ഞായിരിക്കണം എന്ന്. പിന്നെ പറഞ്ഞു, അപ്പൊ വീണ്ടും ചോദിച്ചു, അല്ല മനസ്സിലായില്ലല്ലോ, ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരും. അപ്പൊ പറഞ്ഞു, അത് കൃഷിക്ക് ഉപയോഗിക്കുന്നതാകാൻ പാടില്ല, അല്ലെങ്കിൽ അത് വെള്ളം രൂപപ്പെടുത്താൻ പാടില്ല. അവസാനം അവർക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ തന്നെ ആയിരിക്കേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ആവർത്തിച്ച് ചോദിച്ച് മൂസാ റസൂലിനെ അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം ബുദ്ധിമുട്ടിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ എന്നാണ് ചോദ്യം. വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ. എന്ത് പറഞ്ഞു? റസൂലിനെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നത് എന്താണ്? കുഫ്റാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നീട് അതിലെന്തെങ്കിലും വിശദീകരണം ഉണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റസൂൽ അത് പറഞ്ഞു തരും, നിങ്ങള് വിശദീകരണം ഉണ്ടെങ്കിൽ. വിശദീകരിക്ക് ഇപ്പൊ ഖുറാനിലും ഹദീസിലൊക്കെ ഒരു കാര്യം വ്യക്തമാക്കി തന്നാൽ അതനുസരിച്ച് ചെയ്യുക. അതല്ലാതെ യതബദ്ദലിന്റെ മാറി എന്താണ്? യതബദ്ദലെന്ന് കണ്ട ഉടനെ മനസ്സിലാവും തബദ്ദലായിരിക്കും. കാരണം യതദക്കർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ കസ്ർ വന്നത്? എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്? കണ്ടീഷണൽ മന്നാണ് കേട്ടോ, ഷർത്തിയായ മന്നാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അതാണ് ഷർത്തി എന്ന് പറയുന്നത്, ഉപാധി, കണ്ടീഷൻ. കണ്ടീഷൻ വരുമ്പോൾ മന്നിനും ഇന്നിനും നേരത്തെ പറഞ്ഞ മാൻ അൻസഖ് എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ടീഷനാണ്. കണ്ടീഷൻ വരുമ്പോൾ അതിന്റെയും ജസ്മി ചെയ്യും. ലാമിന് സുക്കൂനാണ്. പിന്നീട് അൽ കുഫ്രാൻ കണ്ടീഷൻ ആയിട്ട് എങ്ങനെ വരിക? ഇതൊരു കണ്ടീഷനാണ്. മയ്യതബദ്ദൽ, ആരെങ്കിലും മാറ്റിമറിച്ചാൽ, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ചെയ്താൽ, അതാണ് കണ്ടീഷൻ. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അതാണ് കണ്ടീഷൻ. നീ അടിച്ചാൽ ഞാൻ പഠിക്കും. അപ്പൊ എന്താണ്? കണ്ടീഷനാണ്. മയ്യതബദ്ദൽ കുഫ്ര, സത്യനിഷേധത്തെ പകരമാക്കിയാൽ, ബിൽ ഈമാൻ, ഈമാന് കൊണ്ട്.
ഈമാന് പകരം കുഫറിനെ ആക്കിയാൽ, ഈമാനിന് പകരം കുഫർ ആക്കിയാൽ, തബദ്ദല ശൈഅ വബിഹി എന്ന് പറഞ്ഞ ഇത്തഖദ മിൻഹു ബദലൻ, അതിന് പകരം സ്വീകരിക്കുക എന്നാണ്. ഈമാനിന് പകരം ആരെങ്കിലും കുഫർ സ്വീകരിച്ചാൽ ഫഖദ് ضل സവാഅ السبيل. സവാഅ السبيل എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു. സവാ എന്ന് പറഞ്ഞാൽ നേരായത്, സബീൽ മാർഗം, സിറാത്തുൽ മുസ്തഖീം. സവാസബി എന്നാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ പര്യായപദം. സിറാത്തുൽ മുസ്തഖീമിന്റെ പര്യായം. സവാ എന്ന് പറഞ്ഞാൽ തുല്യമായത്, സബീൽ മാർഗം, സന്തുലിതമായത്, നേരായത്. സവാ നേരായത്, തുല്യമായത്. സവാ സബീൽ എന്ന് പറഞ്ഞാൽ നേരായ മാർഗം. അവൻ നേരായ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയി. അപ്പൊ അങ്ങനെ റസൂലിനോട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈമാനിന് പകരം കുഫ്ർ വയ്ക്കലാണ്. അപ്പൊ അങ്ങനെ കുഫ്ർ വന്നാൽ അവൻ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിപ്പോയി. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നതാണ്, സിറാത്തുൽ മുസ്തഖീമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥമില്ലാതെ ആയി. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്. വദ്ദ, വദ്ദയ്ക്ക് എന്താ അർത്ഥം പറയുന്നത്? ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു, തീവ്രമായി ഇഷ്ടപ്പെടുന്നതിനാണ് വദ്ദ എന്ന്. തമന്ന പോലെയല്ല, അതുപോലെ തമന്ന. അഹബ്ബ ഹുബ്ബൻ ഷദീദ്, ഹുബ്ബുൻ ഷദീദൻ എന്നാണ് വദ്ദ എന്ന് പറയുന്നത്. അഹബ്ബ ഷദീദൻ, തീവ്രമായി ആഗ്രഹിച്ചു, തീവ്രമായി ഇഷ്ടപ്പെട്ടു. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്. നമ്മൾ നേരത്തെ പറഞ്ഞു അഹ്ലിൽ കിതാബുകാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വലിയായി സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്താ സംഭവം? കസീറും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബുകാരിൽ അധിക പേരും എന്ത് ചെയ്തു? വദ്ദ, അവര് തീവ്രമായി ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ലൗ യർദൂനക്കും, അവര് നിങ്ങളെ, യർദൂനയുടെ മാറി എന്താണ്? യറുദ്ദൂനക്കും. അപ്പൊ ലൗ യറുദ്ദൂന, ലൗ എങ്കിൽ, യറുദ്ദൂനക്കും നിങ്ങളെ മടക്കിയിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. ഈമാനിക്കും, നിങ്ങൾ ഈമാനിന് ശേഷം, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം, നിങ്ങൾ വിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം നിങ്ങളെ മടക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് മടക്കി കൊണ്ടുവന്നു കുഫാറൻ, സത്യനിഷേധികളായിട്ട്, സത്യനിഷേധികളായി മടക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു. അവർ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? ഹസദൻ മിൻ ഇന്ത്യ അംഫുസിഹിം, അവരുടെ പക്കൽ നിന്നുള്ള ഹസദ് കൊണ്ട്. ഹസദ് എന്താണ്? അസൂയ എന്താ ചെയ്യുന്നത്? അസൂയ ഒരു മനുഷ്യനെ തന്നെ കൊല്ലുമെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ തന്നെ അസൂയ കൊല്ലും. ഒരു മനുഷ്യനെ തന്നെ കൊല്ലും എന്നതിന് ചരിത്രത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ. ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഒരു ഉദാഹരണം പറയുന്നു. അതായത് ഒരു ഖലീഫയുടെ കാലത്ത് ഖലീഫ ഒരു സാധാരണക്കാരനെ ഇഷ്ടപ്പെട്ടു. ഒരു സാധാരണക്കാരൻ ഖലീഫയുടെ അടുക്കൽ വന്നു. ഖലീഫ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മതഭക്തിയും അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥതയും ലാളിത്യവും ഒക്കെ കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഖലീഫയുടെ അടുക്കൽ എപ്പോഴും അദ്ദേഹം വരികയും ഖലീഫ കെട്ടിപ്പിടിക്കുകയും അടുത്തിരിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഖലീഫയ്ക്ക് എന്ത് ചെയ്തു? ഈ ഒരു മന്ത്രി നോക്കുമ്പോൾ മന്ത്രിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടു. ഒരു സാധാരണക്കാരൻ ഖലീഫയുടെ വരികയും ഖലീഫ എപ്പോഴും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ഷേക്കാൻ കൊടുക്കുകയും സംസാരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇയാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോ ഇയാൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ മന്ത്രി എന്ത് ചെയ്തു? മന്ത്രി ഈ സാധാരണക്കാരനെ വിളിച്ചൊരു സദ്യ നടത്തി, ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തിട്ട് ആ ഭക്ഷണത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? വെളുത്തുള്ളി കൂടുതൽ ചേർത്തു. വെളുത്തുള്ളി കൂടുതൽ ചേർത്തിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. എന്തായി? വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടാവും അദ്ദേഹത്തിന്റെ വായിൽ.
എന്നിട്ട് ഖലീഫയുടെ അടുക്കൽ ഇദ്ദേഹം പോയി പറഞ്ഞു, ഇയാള് പറഞ്ഞു എന്താ നിങ്ങൾ കേട്ടോ? അയാൾ പറഞ്ഞു, ഖലീഫ അടിക്ക് ഭയങ്കര വായുനാറ്റമാണ്, വായിൽ സ്മെല്ലുണ്ട് ഖലീഫയുടെ എന്ന്. ആഹാ, അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. എന്നാ അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ ചോദിക്കട്ടെ എന്ന്. ഈ മന്ത്രി എന്ന് പറഞ്ഞതാണ്. ആ മന്ത്രിയോട് പറഞ്ഞു, അയാൾ പറഞ്ഞു ആ സാധാരണക്കാരനെ വിളിക്കാൻ പറഞ്ഞു. അയാൾ വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ ഇയാൾ വന്നപ്പോ എന്ത് ചെയ്തു? ഈ സാധാരണക്കാരൻ വന്നപ്പോ ഖലീഫയുടെ അടുക്ക് എപ്പോഴും വരുന്ന പോലെയല്ല, വന്നപ്പോഴും അദ്ദേഹത്തിന്റെ തലമറയ്ക്കുന്ന തുണിയൊക്കെ, തലയിൽ ഷോൾ തോളിലൊക്കെ തുണി ഉണ്ടാവുമല്ലോ, ആ തുണി കൊണ്ട് ഇദ്ദേഹം വായ മറച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മറച്ചെന്താണ്? അദ്ദേഹം കഴിച്ച വെളുത്തുള്ളിയുടെ സ്മെല്ല് ഖലീഫയ്ക്ക് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വായ മറച്ചത്. ഖലീഫ എന്ത് വിചാരിച്ചു? ഈ മന്ത്രി പറഞ്ഞല്ലോ ഖലീഫയുടെ വാ നാറുന്നു എന്ന് ഈ സാധാരണക്കാരൻ പറഞ്ഞു. അപ്പോ ഖലീഫയുടെ വായുനാറ്റം കാരണമാണ് ഇയാള് വാ പൊത്തിപ്പിടിച്ചത് എന്നാണ് ആര് വിചാരിച്ചത്? ഖലീഫ വിചാരിച്ചത്. ഖലീഫ ഉടനെ തന്നെ എന്ത് ചെയ്തു? ഖലീഫയുടെ കത്ത് എഴുതിയിട്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തു. കത്തെഴുതി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവിടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഖലീഫയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൊണ്ട് കൊടുക്കാം. അപ്പോഴെന്താ, ഈ മന്ത്രിക്ക് ഒരു അസൂയ കൂടി. ഇയാൾ എന്തോ ഈ പേപ്പർ കൊടുത്തിട്ട് അവിടെ പോയിട്ട് വല്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും, ഇയാൾ സാധാരണക്കാരന് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പറഞ്ഞായിരിക്കും വിചാരിച്ചു. ഇയാൾ എന്ത് ചെയ്തു? ഈ സാധാരണക്കാരൻ ചെയ്യുന്ന മന്ത്രി എന്ന് ചോദിച്ചു, എന്താ ഖലീഫ തന്നത്? ഖലീഫ ഈ പേപ്പർ വന്നിട്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു. ശരി, ഞാൻ അങ്ങോട്ട് കൊടുത്താലോ എന്ന് ചോദിച്ചു. ശരി, കുഴപ്പമില്ല, നീ കൊണ്ട് കൊടുത്തോന്ന് പറഞ്ഞു. അയാള് മന്ത്രിയുടെ കയ്യിൽ കൊടുത്ത് പേപ്പറും കൊണ്ട്. ഈ മന്ത്രി ഈ പേപ്പറും കൊണ്ട് ഈ പറഞ്ഞ ആളിനടുത്ത് ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പേപ്പർ വായിച്ചു നോക്കിയിട്ട് മന്ത്രിയെ കൊന്നു കളഞ്ഞു. കാരണം എന്താ? ഈ സാധാരണക്കാരൻ വന്ന് ഖലീഫയ്ക്ക് വായു നാറുന്നെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അയാള് ഈ സാധാരണക്കാരനെ തട്ടിക്കളയാനാണ് ഖലീഫ എഴുതി കൊടുത്തത്. ആ പേപ്പർ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഈ മന്ത്രി വിചാരിച്ച് ഈ പേപ്പർ കൊണ്ടുപോയി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയാണെന്ന് വെച്ചാൽ മന്ത്രി എന്ത് ചെയ്തു? ആ പേപ്പർ വാങ്ങി മറ്റേ കൊണ്ടുപോയി. അയാൾ വായിച്ചു നോക്കുമ്പോൾ ഈ കത്ത് കൊണ്ടുവരുന്ന ആളെ തട്ടിക്കളയാന്നാണ് ഇരിക്കുന്നത്. അയാളെ കൊന്നു കളഞ്ഞു. എന്താ സാധാരണക്കാരനെ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തന്ന പേപ്പർ മന്ത്രി ചോദിച്ചു, മന്ത്രി കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. ഞാൻ മന്ത്രിയുടെ കൊടുത്തു, മന്ത്രി കൊണ്ട് കൊടുത്തു, അയാൾ മന്ത്രി കൊന്നു. ഇങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഹസദ യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ. നന്മ വിറകിനെ തീ തിന്ന് നശിപ്പിക്കുന്നത് പോലെ അസൂയ മനുഷ്യനെ നന്മയെ തിന്ന് നശിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യന്മാരെ തന്നെ എന്ത് ചെയ്യും? അത് കൊന്നുകളയുമെന്നാണ് ഈ ഉദാഹരണം നമ്മളെ പഠിപ്പിച്ചത്. ചേർത്ത് നടന്ന സംഭവമാണത്. അപ്പൊ ഇവിടെ എന്താണ് അഹ്ലി കിതാബുകാർ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരുപാട് തത്വജ്ഞാനങ്ങളുണ്ട്. ഈ തത്വജ്ഞാനങ്ങൾ കൊണ്ട് നടന്നാൽ ഇവിടെ ലോകത്തിന്റെ ജേതാക്കളും രാജാക്കന്മാരും നേതാക്കന്മാരുമായി തീരും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും അതിൽ നിന്നും പിന്തിരിപ്പിച്ച് കുഫറിലേക്ക് കൊണ്ടുപോയിടണം എന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്? മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ സ്വാധീനം ഉറപ്പിക്കുന്നത്. അവിടെ അവർ ധാർമ്മികമായും അവരെ അധപ്പതിപ്പിക്കും. അവരെ മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും അടിമകളാക്കി തീർക്കും. അവരെ സുഖലോലുപരാക്കി തീർക്കും. അവരെ സമ്പത്തിനെ സ്നേഹിക്കുന്നവരാക്കി തീർക്കും. എന്നിട്ട് അവസാനം അവരെ ഒന്നുമല്ലാത്തവരായി വലിച്ചെറിയാൻ വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ അസൂയ കാരണമാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, അവർക്ക് സത്യം വന്നു കിട്ടിയതിന് ശേഷമാണ് അവർ ചെയ്യുന്നത്. മിൻബാദി മാ തബയ്യന അർത്ഥം എന്താ? പട്ടിക പഠിച്ചിട്ടുണ്ടോ? തബയ്യന പട്ടിക പഠിച്ചായിരുന്നു. തദക്കറ ഗ്രൂപ്പിലെ ഒരു ക്രിയയാണ് തബയ്യന. വ്യക്തമാക്കി എന്നാ തബയ്യന എന്ന് പറഞ്ഞാല് വ്യക്തമായി, ബയ്യന വ്യക്തമായി. പെട്ടുമല്ല, പെട്ടില്ല. കർമ്മണ പ്രയോഗത്തിന്റെ ഒരടയാളമില്ല ഇവിടെ. തബയ്യന വ്യക്തമായി, വ്യക്തമാക്കി, തബയ്യന വ്യക്തമായി. തബയ്യന ലഹുമുൽ ഹഖ്, അവർക്ക് സത്യം വ്യക്തമായതിനു ശേഷമാണ്. അഥവാ നന്മയിൽ നിലക്കൊള്ളുന്ന നമ്മെ
നമ്മുടെ അവസ്ഥയിൽ നിന്നും തെറ്റായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവനെ മനസ്സിലാക്കിക്കോളാം. അവന് സത്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മെ എന്ത് ചെയ്യുന്നത്, വലിച്ചു കൊണ്ടുപോയാൽ അയാൾ ശ്രമിക്കുന്നത്, നമ്മളെ തിന്മയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അയാൾക്ക് സത്യം മനസ്സിലായത് കൊണ്ടാണ്. അയാൾ സത്യം മനസ്സിലായി നമ്മൾ ഈ വഴിക്ക് പോയാൽ നമ്മൾ വലിയ ആളായി പോകും എന്ന് അവന് തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഫഅഫു വസ്ഫഹു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഅഫു, മാപ്പ് കൊടുക്കുക. വസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്യുക. ഫഅഫു വസ്ഫഹു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച എടുക്കുക. ഫഅഫു എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുക. വസ്ഫഹു എന്ന് പറഞ്ഞാൽ വിശാലത കാണിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ മാപ്പ് കൊടുക്കുക, വിശാലത കാണിക്കുക എന്ന് പറഞ്ഞാൽ സഫഹ യസ്ഫഹു. ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും എന്നൊക്കെ പറഞ്ഞു. വിട്ടുവീഴ്ച ചെയ്തു വിശാലാന്നേ ഉള്ളൂല്ലോ. പിന്നെ ബാക്കി വേറൊരർത്ഥം. വിട്ടുവീഴ്ച ചെയ്തു ഒരർത്ഥണ്ട്. പിന്നെ സഫഹാക്ക്, പിന്നെ വിശാലാന്ന് മാത്രമേ ഉള്ളൂ. വിശാലമാക്കി എന്നാണ്. അത് ബാക്കി അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ ചിലപ്പോ പേജ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വാക്ക് ടൈപ്പിങ്ങിൽ പോയതായിരിക്കും. ടൈപ്പിംഗ് അവിടെ ഉണ്ട്, അവിടെ കണ്ടന്റ് ചിലപ്പോൾ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. അത് നമ്മള് ഈ വാക്ക് പോയത് ചിലപ്പോൾ കാണൂല, അങ്ങനെ വന്നത്. വിശാലമാക്കി എന്നാണ് കേട്ടോ. വിശാലത കൈക്കൊണ്ടു. വഅഫു വസ്ഫഹു. അപ്പൊ നിങ്ങൾ മനോവിശാലത കൈക്കൊള്ളുക. വഅഫു, മാപ്പ് കൊടുക്കുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അള്ളാന്റെ കൽപ്പനയുമായി, അള്ളാഹ് തന്റെ കൽപ്പനയുമായി വരുന്നത് വരെ, അള്ളാഹ് തന്റെ കൽപ്പനയുമായി വരുന്നത് വരെ, അള്ളാഹ് ശിക്ഷ ഇറക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക? വിട്ടുവീഴ്ച കൈക്കൊള്ളുക. നിങ്ങൾ എന്ത് ചെയ്യരുത്? നെഗറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരരുത്. നിങ്ങൾ അവരെ തകർക്കാൻ വേണ്ടി ഗൂഢശ്രമങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? അവർ അതിനേക്കാളും നിഗൂഢമായി നീചമായ പ്രവൃത്തി ചെയ്യാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ തകർക്കാൻ വേണ്ടി ആലോചിച്ചാൽ നിങ്ങൾ ഫിസിക്കലിയും മെന്റലിയും ഡൗൺ ആയി പോകും. നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും തകർച്ച ഉണ്ടാവുകയുള്ളൂ. നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യ ശരീരത്തിൽ തന്നെ നെഗറ്റീവ് എന്താ പറയാ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കും, സ്രവങ്ങൾ ഉണ്ടാവും. ആ സ്രവങ്ങൾ മുഖേന മനുഷ്യൻ ശാരീരികമായും മനുഷ്യന്റെ കഴിവുകൾ നഷ്ടപ്പെടും, അതേപോലെ മാനസികമായും തകർന്നു പോകും. അവരെ ഒരിക്കലും നമുക്ക് തകർക്കാൻ പറ്റില്ല. അവരെന്താണ്? അവർ നീചമായ ഗൂഢമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അള്ളാഹ് അവരെ കൈകാര്യം ചെയ്തോളും. അവർക്ക് മാപ്പ് കൊടുക്കുക. അസ്ഫഹു, വിശാലത കാണിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അള്ളാഹ് തന്റെ കൽപ്പനയുമായി വരുന്നത് വരെ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് എല്ലാത്തിനും കഴിവിച്ചവനാണ്. വഅഖീമുസ് സ്വലാത്ത വആത്തുസ് സകാ. അഖീമുസ് സ്വലാ, നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം നിലനിർത്തുക. കൃത്യമായി അനുഷ്ഠിക്കുക. ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം സമയം നിർണിതമായി, ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർബന്ധമാക്കിയ സംഗതിയാണ് നമസ്കാരം. ഖീമത്ത് സ്വലാത്ത് എന്ന് പറയാൻ കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ നിർവഹിക്കേണ്ട രീതിയിൽ നിർവഹിക്കുക. സാമ്പത്തിക ബാധ്യതയും നിർവഹിക്കുക. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ. നിങ്ങൾ എന്തെന്നാണോ തഖദ്ദമ എന്ന് പറഞ്ഞാൽ കദ്ദമ, തഖദ്ദമയല്ല ഇവിടെ, മുൻകൂട്ടി ചെയ്ത് വെച്ചു. കദ്ദമ യുഖദ്ദിമു, യുഖദ്ദിമൂന, തുഖദ്ദിമൂന, മാ തുഖദ്ദിമൂന. ഇവിടെ എന്താണ്? മാ കണ്ടീഷണലും ആയതുകൊണ്ടാണ് തുഖദ്ദിമൂന എന്നാണ് ഞാ പോയത്. അപ്പൊ എന്തെന്നാണോ നിങ്ങൾ മുൻകൂട്ടി ചെയ്ത് വെക്കുന്നത്, ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ചെയ്യുന്നതെല്ലാം എന്താണ്? വമാ തഫഅലു മിൻ ഖൈരിൻ ഫലി അൻഫുസിക്കും. നിങ്ങൾ നന്മ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്കുള്ളതാണ്.
ഓ മാ തുഖദ്ദിമൂ ലിഅൻഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന എന്താണോ മിൻ ഖൈരിൻ നന്മയാൽ തജിദൂഹു നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും. അപ്പൊ തജിദൂന എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോയി? നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെച്ചാൽ തജിദൂന നിങ്ങൾ കാണും. അപ്പൊ അതിന്റെ റിസൾട്ട് വരുമ്പോൾ അതിന്റെയും നാ പോവും. അതിനും സുക്കൂൻ വരണം. ഒന്നാമത്തേന് സുക്കൂൻ വന്നാൽ രണ്ടാമത്തേന് സുക്കൂൻ വരണം. അത് കണ്ടീഷൻ ഒന്നാമത്തെ ഉപാധിക്ക് ഒന്നാമത്തെ കണ്ടീഷന്റെ ആദ്യത്തെ ഭാഗത്തിന് അവസാനം സുക്കൂൻ വന്നാൽ അല്ലെങ്കിൽ നൂൻ പോയാൽ രണ്ടാമത്തേതിനും അതിന്റെ റിസൾട്ട് അത് മുഖേന എന്തുണ്ടാകും? അതിനും എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം, അല്ലവ അല്ലെങ്കിൽ നൂന് കളയണം. അപ്പോ മാ തുഖദ്ദിമൂ നിങ്ങൾ എന്തെന്നാണോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നുവോ അത് തജിദൂഹു അതിനെ നിങ്ങൾ കാണും. അള്ളാന്റെ അത് അള്ളാന്റെ അടുത്ത് അവിടെ തന്നെ ഉണ്ടാകും. ഹാലായിട്ടല്ലല്ലോ. ഹാലല്ല, ഉപാധി എന്ന് പറഞ്ഞില്ലേ? ഇത് ചെയ്താൽ ഇതുണ്ടാകും. മുൻകൂട്ടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അള്ളാന്റെ അടുക്കൽ കാണാം. മുൻകൂട്ടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് കാണാം, അല്ലേ? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ കണ്ടീഷനാണ്. ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ റിസൾട്ടാണ്. ജവാബും എന്താണ്? ജവാബ് അതിന്റെ റിസൾട്ട്. അമ്രും ജവാബും അല്ലല്ലോ. അല്ല, അമ്രും ജവാബും എന്നല്ല പറയാ. അമ്രിന് ജവാബ് ഉണ്ടാകും. കണ്ടീഷന് ജവാബ് ഉള്ളതുപോലെ അമ്രിനും ജവാബ് ഉണ്ടാകും. കണ്ടീഷന് ജവാബ് ഉള്ളതുപോലെ അമ്രിനും ജവാബ് ഉണ്ടാകും. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏതോ ഉദാഹരണം വന്നപ്പോൾ. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അള്ളാഹ് നിങ്ങൾ കണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നന്നായി കാണുന്നവനാണ്. വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. അപ്പൊ ഇത് എന്താണ്? ജൂതന്മാര് അഹ്ലി കിതാബുകാര് പറഞ്ഞ ഒരു കാര്യമാണ്. അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭാരത്തിൽ യഹൂദു വൻ നസാറ. അപ്പൊ ഇവര് രണ്ടുപേരും ഒരേപോലെ പറഞ്ഞതല്ല. എന്താണ്? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. അപ്പോ ജൂതന്മാര് പറഞ്ഞു നിങ്ങൾ ജൂതനാവൂ, എന്നാൽ നിങ്ങൾ ജൂതന്മാര് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ജൂതൻ പറഞ്ഞു. നസാറ എന്ത് പറഞ്ഞു? ക്രിസ്ത്യാനികൾ എന്ത് പറഞ്ഞു? നിങ്ങൾ ക്രിസ്ത്യാനികളാവൂ, അല്ല ക്രിസ്ത്യാനികൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലാതെ ഇവർ രണ്ടുപേരും മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുള്ളൂ രണ്ടുപേരും പറഞ്ഞല്ല. ജൂതൻ പറഞ്ഞില്ല നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആയാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ജൂതൻ പറഞ്ഞെന്താ? ജൂതൻ പറഞ്ഞത് ജൂതൻ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. ക്രിസ്ത്യാനി പറഞ്ഞു ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇവർ രണ്ടുപേരും മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്ന് രണ്ടുപേരും പറഞ്ഞില്ല. ഓരോരുത്തരും പറഞ്ഞത് അവര് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന. قالوا لن يدخل الجنة. لن വന്നപ്പോൾ എന്തായി? ഫതയരി ലൻ യദ്ഖുല അല്ലൻ ഇദൻ കൈ ലൻ യദ്ഖുലൽ ജന്നത. ജന്നത്ത് മഫ്ഊൽ ബിഹി, അതുകൊണ്ട് ഫത്ത് കൊടുത്തു. ലൻ യദ്ഖുലൽ ജന്നത സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ലാമൻ ഒരുത്തനല്ലാതെ കാന അവനായി തീർന്നു ഹൂദൻ ജൂതനായി തീർന്നു ഔ നസാറ അല്ലെങ്കിൽ ആയി തീർന്നു. അപ്പൊ ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ വേറെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഓരോരുത്തരും പറഞ്ഞു. തിൽക അമാനിയുഹും. എന്താണ് അമാനി എന്ന് പറഞ്ഞാൽ? വ്യാമോഹം. അമാനിയും അത് അവരുടെ വ്യാമോഹമാണ്. അമാനി എന്ന് പറഞ്ഞാൽ സാധ്യതയില്ലാത്ത ആഗ്രഹം. നിങ്ങൾ ഉമ്നീയത്തിന്റെ ബഹുവചനമാണ് അമാനിയു. തിൽക അമാനിയുഹും അത് അവരുടെ വ്യാമോഹമാണ്, സാധ്യതയില്ലാത്ത ഒരു ആഗ്രഹം മാത്രമാണ് എന്ന് പറഞ്ഞു നിർത്തിയിട്ട് അള്ളാഹ് പറയണ കുൽ
പറയൂ. ഹാത്തു ബുർഹാനക്കും. ജൂതനെ സ്വർഗത്തിലുള്ളൂ, ജൂതനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ക്രിസ്ത്യാനി അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? കൊണ്ടുവരൂ എന്ന് പറയും. ഹാത്തു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് കൊണ്ടുവരും. ബുർഹാൻ എന്താണ്? തെളിവ്. തെളിവ്. സുൽത്താൻ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെ. ബക്കറയിൽ തന്നെ നമ്മൾ പഠിച്ച 62-ാമത്തെ ആയത്തില്ലേ, അതില് യഹൂദരോ ക്രിസ്ത്യാനികളോ ആരുമാവട്ടെ അന്ത്യനാളില് വിശ്വസിച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നല്ലോ, 62-ാമത്തെ ആയത്ത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്തായിരുന്നു ഉദ്ദേശിച്ചത്? അത് പഠിക്കുമ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഡൗട്ട്? അതന്നെ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോ യഹൂദരോ ക്രിസ്ത്യാനികളാണെങ്കിലും ചില ആൾക്കാർ ഇപ്പോ അങ്ങനെ ഒരു വിശ്വാസം പിന്നീട് ഖുറാനിൽ വിശ്വസിച്ചാലേ, അല്ല പിന്നീട് ഖുറാനിൽ വിശ്വസിച്ചേർന്നില്ലേ? പിന്നീടല്ല, നമ്മൾ വായിക്കുമ്പോ ശ്രദ്ധിച്ച് വായിക്കണം. എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. എന്താണ്? നിങ്ങൾ ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ, നിങ്ങളുടെ വർഗം ജൂതവർഗമാകട്ടെ ക്രൈസ്തവ വർഗമാകട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേര് പറയുന്നതാകട്ടെ, മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കണം, വഅമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കണം. പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ജൂതനും ഒരു ക്രിസ്ത്യാനിയും ചോദ്യം ചെയ്തിട്ടില്ല. ഈ ഖുർആൻ സൂക്തങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരെന്ത് ചെയ്തു? പിന്നെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്ന ക്ലാസ്സുകളിലും പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ എല്ലാവരും വന്നിരിക്കും. എന്നിട്ട് ആരെങ്കിലും ബാധിച്ചു, ഓക്കെ ഞങ്ങൾക്ക് പിന്നെ സ്വർഗത്തിൽപ്പെട്ടവരാണ്, സ്വർഗത്തിൽ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം എന്താണ്? നാമന ബില്ല, അല്ലാഹുവിൽ വിശ്വസിക്കണം, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കും, വഅമില സ്വാലിഹൻ, അമൽ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? ശേഷം വരുന്ന എല്ലാ റസൂലിലും വിശ്വസിക്കല് അമൽ സ്വാലിഹത്തല്ലേ? അമൽ സ്വാലിഹത്തിൽപ്പെട്ടതാണ്. ശേഷം വരുന്ന റസൂലിൽ വിശ്വസിക്കണം. അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഒരു റസൂൽ വന്നാൽ അതിൽ വിശ്വസിക്കണം. റസൂൽ എനിക്ക് ശേഷം വരുന്ന റസൂലിൽ ഇപ്പൊ നമ്മൾ ആലി ഇമ്രാനിൽ പഠിക്കും, അത് ശേഷം വരുന്ന റസൂലിൽ വിശ്വസിക്കണം, അവര് സഹായിക്കണം എന്ന് അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് ആ അമല് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതില് വിശ്വസിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ശേഷം വരുന്ന ഖുർആനിൽ വിശ്വസിക്കണം, റസൂൽ അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കണം. അതൊക്കെ എന്താണ്? അമൽ സ്വാലിഹത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ വലാ ഖൗഫുൻ അലൈഹിം. നമസ്കാരം നേരത്തണ്ടേ? അമൽ സ്വാലിഹത്തിൽപ്പെട്ടതല്ലേ? അമൽ സ്വാലിഹത്തിൽ ഒന്നാമത്തല്ലേ നമസ്കാരം? വലിയക്കും അല്ലാഹു റസൂലുഹു വല്ലദീന ആമനൂ യുഖീമൂന സ്വലാത്ത എന്നാണ് പറഞ്ഞില്ലേ? ഏത് വിശ്വാസിയാണ്? വിശ്വാസിയാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അമൽ സാലിഹാത്ത് ചെയ്യണം. അമൽ സാലിഹാത്തിൽ ഒന്നാമത്തെ സംഗതി എന്താ? നമസ്കാരം. അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ. അയ്യുൽ അഅ്മാലി അഫ്ളൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ, നമസ്കാരം അതിന്റെ ഒന്നാമത്തെ സമയത്ത് തന്നെ നിസ്കരിക്കുക. പള്ളിയിൽ പോകണമെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒന്നാം സമയത്ത് നിസ്കരിക്കും, അത് പറയാം. അല്ലെങ്കിൽ അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ. ജമാഅത്തിന് പോകാതിരിക്കാൻ ഇളവുള്ള എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? നമസ്കാരത്തിൽ ബാങ്ക് വിളിച്ചാൽ ആദ്യം നമ്മൾ നമസ്കരിക്കാം. അയാൾ നമസ്കരിക്കാൻ ജമാഅത്തിന് പോകുന്നില്ല, പോകാതിരിക്കാനുള്ള ഇളവ് അയാൾക്കുണ്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമസ്കരിക്കും. അഫ്ളൽ, ശ്രേഷ്ഠമായ പ്രവർത്തി. ബാക്കി പിന്നെ അമൽ സാലിഹ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഇത്രയും കാലം ചെയ്യുമ്പോ അവരൊരു ഫിലോസഫിയാണ്. ഫിലോസഫി ഒരു ഭരണഘടന എഴുതിയാൽ ഈ ഭരണഘടന ഒറ്റ വാക്യം മതി. നല്ലതിന് ആമു വല്ലതിന് ഹാദു വന്നസാറ. അപ്പൊ നമ്മള് മുസ്ലിം എന്ന് പറഞ്ഞോ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞോ, ജൂതൻ എന്ന് പറഞ്ഞോ,
ഏതെങ്കിലും കുടുംബത്തിന്റെ വർഗത്തിന്റെ പേരല്ല പ്രധാനം. അവന് ഈമാൻ ഉണ്ടാകണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഈമാൻ, അള്ളാഹും റസൂലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങളെല്ലാം വരും അതിനകത്ത്. അള്ളാഹ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂൽ വിശ്വസിക്കുക എന്നുള്ള അതിന്റെ കൂടെ അതിന്റെ ബാധകമാണ്. അള്ളാഹിന്റെ കിതാബ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബാധകമാണ്, അതിന്റെ ഭാഗമാണ്. വേറെന്താ വെച്ച് ഒരു മുസ്ലിം അല്ലേ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ? ഇത്രയും ചെയ്താൽ ആൾ മുസ്ലിമായി തീരും. പിന്നെ ആൾക്ക് മറ്റു പേരൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഖുർആന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത്. ഇത് ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുസ്ലിം, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ചരിത്രം എഴുതി വെച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ മാത്രമാണ് ചരിത്രം എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു ടി.ബി. ഹിറ്റിയുടെ ഇസ്ലാമിക് ഹിസ്റ്ററി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്ത പുസ്തകം. അപ്പൊ ടി.ബി. ഹിറ്റി എഴുതി വെച്ചിരിക്കുന്ന ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്ത് വായിച്ചു നോക്കണം. അപ്പൊ ഇസ്ലാമിന്റെ വിമർശകർ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾ അല്ലാത്തവർ എഴുതിയ ഹിസ്റ്ററി എടുത്ത് വായിച്ചു നോക്കണം. അപ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നമ്മളെ കാണുന്നതല്ല ഇസ്ലാം. മുസ്ലിങ്ങൾ അല്ലാത്തവർ എന്ത് പറഞ്ഞിരിക്കും നമ്മൾ വായിച്ചു. ഇതെല്ലാം ചെയ്താൽ അയാൾ മുസ്ലിമായി തീരും, അത് വേറെ കാര്യം. ഇത് ചെയ്താൽ അയാള് പേടിക്കാനില്ല. അല്ലാതെ മുസ്ലിം എന്ന പേരിലല്ല അർത്ഥം. ഇപ്പം വെറും കാനേഷിമാരിയാണ്, മുഹമ്മദ് എന്ന പേരുള്ളവനായിരിക്കും വെറുതെ പല ദുഷ്പ്രവൃത്തിയിലും ഏർപ്പെട്ടത്. ആ മുഹമ്മദ് ഒന്നും അർത്ഥമില്ല. അതുകൊണ്ടാണ് പേരിലും തിരിക്കുന്നു എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ബല മൻ അസ്ലമ വജിഹഹു. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, സഹോദരി ചോദിച്ച ചോദ്യം അവിടെ ഉദ്ധരിച്ച ആയത്തിന്റെ ബഖറയുടെ 62-ാം സൂക്തത്തിന്റെ മറ്റൊരു രീതിയിലുള്ള വിശദീകരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാത്തു ബുർഹാനക്കും, എവിടെയെങ്കിലും നിങ്ങൾ ജൂതനായാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്ത്യാനി ആയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ബല, തീർച്ചയായും എന്താണ്, മൻ അസ്ലമ വജിഹഹു, ആരെങ്കിലും കീഴ്പ്പെടുത്തിയെങ്കിൽ, അസ്ലമ സമർപ്പിച്ചുവെങ്കിൽ, മൻ അസ്ലമ വജിഹഹു. ഇവിടെ എന്താണ്, ഇവിടെ കണ്ടീഷനാണ്, പക്ഷേ അപൂർണക്രിയ അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് അസ്ലമ എന്ന പൂർണ്ണക്രിയയായിട്ട് ഉപയോഗിച്ചു. അവിടെ വേറെ അടയാള മാറ്റങ്ങളൊന്നും ഉണ്ടാകും. മൻ അസ്ലമ വജിഹഹു ലില്ലാഹി, തന്റെ മുഖത്തെ അവൻ സമർപ്പിച്ചുവെങ്കിൽ. മുഖത്ത് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുഖത്ത് സമർപ്പിക്കുമ്പോൾ തലച്ചോറും ബുദ്ധിയും അവന്റെ അസ്തിത്വവും അവന്റെ എന്താണ് പ്രതാപവും എല്ലാം അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുക. അവന് വേറെ പ്രതാപമൊന്നുമില്ല. അള്ളാന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കൊടുക്കുന്ന പ്രതാപമേ ബാക്കിയുള്ളൂ. അങ്ങനെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അസ്ലമ വജിഹഹു, അവന്റെ മുഖത്തെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശദീകരണം അവനെ തന്നെയും എന്നർത്ഥം. മുഖം എന്നത് ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലാണ്. വജ്ജഹത്ത് വജിഹി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുഖം തിരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് ശരീരം തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നല്ല, ഞാൻ എന്നെ തന്നെയും തിരിച്ചു എന്നാണ്. അതേപോലെ ഞാൻ അസ്മൻ അസ്ലമ വജ്ഹു, ഏതൊരുവൻ അവനെ തന്നെ സമർപ്പിക്കുന്നുവോ, ഇതില്ല അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും സമർപ്പിക്കുകയാണ്, വഹുവ മുഹ്സിനുൻ, എന്തായിരിക്കണം, അതിൽ അവൻ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുക. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു, മുഹ്സിനുൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ. വഹുവ മുഹ്സിനുൻ, അപ്പൊ വാവുൽ ഹാലാണ്. വഹുവ മുഹ്സിനുൻ, അവൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന രീതിയിൽ. ഫലഹു അജ്റുഹു, അപ്പോൾ അവന്റെ പ്രതിഫലം അവനുണ്ട്. ഇൻദ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ അടുക്കൽ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ നേരത്തെ പറഞ്ഞതുപോലെ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നേരത്തെ പറഞ്ഞു ഇല്ലല്ലദീന ആമനു വല്ലദീന ആമനു വല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സനസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹ്. അവൻ അള്ളയിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും അഥവാ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്താൽ അവനൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇവിടെ കുറച്ചുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാണ്, മൻ അസ്ലമ വജിഹഹു,
ഏതൊരുവൻ അവനെ തന്നെയും സമർപ്പിക്കുന്നുവോ, ഇല്ല അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുക, പിന്നെ അവന് വേറെ ഒന്നുമില്ല. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി, എന്റെ ആരാധനയും എന്റെ നമസ്കാരവും മറ്റ് ആരാധനാകർമ്മങ്ങളും ബലികർമ്മവും അടങ്ങുന്ന മറ്റെല്ലാ കാര്യങ്ങളും, സ്വലാത്തി വ നുസുക്കി വ മഹ്യായ, എന്റെ ലൈഫ് തന്നെയും, വ മമാതി അല്ല മരണം തന്നെയും, എന്റെ ജീവിതവും മരണവും. നമ്മൾ ജീവൻ മരണ പോരാട്ടം എന്ന് പറയും. എന്റെ ജീവിതവും മരണവും, പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. ജീവിതവും മരണവും പറഞ്ഞ് ജീവിതം മരണത്തിന്റെ ഇടയ്ക്ക് പിന്നെ വേറെ ഒന്നുമില്ല. ജീവിതവും മരണം എന്റെ ഹിയായ മമാത്തി മുഴുവൻ അള്ളാഹ്ക്കാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി, അവന്റെ കാര്യം അവന്റെ അടുക്കലുണ്ട്, റബ്ബിന്റെ അടുക്കൽ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും. ലാ ഖൗഫുൻ അലൈഹിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേടിക്കേണ്ടില്ല. പേടിക്കേണ്ടതില്ല. അതിനെ കുറിച്ച് പേടിക്കേണ്ടതില്ല. ഭാവിയെ കുറിച്ച് അവന് ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല. ഓക്കെ, ലാ ഖൗഫുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒരു കഴിഞ്ഞുപോയതിനെ കുറിച്ച് വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള പേടിയും വേണ്ട. ഓക്കെ, ഇപ്പൊ ഗ്രാമറും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഇപ്പൊ ഇത്രയും സമയം എടുത്തത്. അപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും സംഗതി ക്ലിയർ ആകാനുണ്ടോ? ഇത്ര നീണ്ടുപോകും എന്നുള്ളതാണ് ഞാൻ നാസിഖ് മൻസൂഖിലേക്കൊന്നും പോകാൻ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അവിടെ നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആയത്തിന്റെ ഉന്നയം ചെയ്യുക എന്നുള്ളത്, ആ ആയത്തിന്റെ മാത്രം വ്യാഖ്യാനം വായിച്ചു. ഖുർആൻ വ്യാഖ്യാനം വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നെറ്റിൽ കയറി ഏതെങ്കിലും വ്യാഖ്യാനം വായിച്ചത്. കാരണം നെറ്റ് എന്ന് പറഞ്ഞാൽ അനന്തമായി കിടക്കുകയാണ്. അപ്പൊ നമുക്കറിയില്ല ഓതന്റിക് ആരാണ്, എന്താണ് ആധികാരികം എന്നറിയില്ല. നമ്മൾ ആധികാരികമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമേ എന്ത് ചെയ്യാവൂ, ഡിപ്പെൻഡ് ചെയ്യാവൂ. അതുപോലെ നമ്മൾ ട്രാൻസ്ലേഷൻ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ട്രാൻസ്ലേഷൻ ഇൻസ്റ്റാൾ ചെയ്യരുത്. അല്ല, നമ്മള് ഇത് തന്നെ ഖുറാൻ തന്നെ, ഖുറാൻ വിത്ത് ട്രാൻസ്ലേഷൻ ഉണ്ട് കയ്യിൽ. പക്ഷെ അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വുളു നിർബന്ധം ഉണ്ടോ, അല്ല ഖുറാൻ ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണോ? ഒന്നും പ്രശ്നമില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം ഖുർആൻ സ്പർശിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ സ്പർശിക്കാൻ പാടില്ല. അതെന്താണ്? അത് ഖുർആനെ സംബന്ധിച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം വ്യാഖ്യാനങ്ങൾ ഖുർആനിനേക്കാൾ അധികം മറ്റ് കണ്ടന്റ് ഉള്ള ഗ്രന്ഥങ്ങൾ ടച്ച് ചെയ്യാൻ കുഴപ്പമില്ല. ഖുർആനിനേക്കാൾ കൂടുതൽ, ഉദാഹരണം ഖുർആൻ പരിഭാഷ വരുമ്പോഴത്തേക്ക് എന്തായി, സ്വാഭാവികമായിട്ടും ഖുർആനിനേക്കാൾ കണ്ടന്റ് അത് പരിഭാഷയിലുണ്ടാവും. അങ്ങനെ വരുന്നത് ടച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ചോദിക്കാൻ പോയിരുന്നത് പരിഭാഷ ഉള്ളത് ടച്ച് ചെയ്യാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. പിന്നെ സോഫ്റ്റ് കോപ്പി നമ്മളിലുണ്ടല്ലോ, സോഫ്റ്റ് കോപ്പി എപ്പോഴും ഉപയോഗിക്കാം. കാരണം അതിനകത്ത് ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സംഗതിയുണ്ട്. അങ്ങനെ നോക്കിയാൽ വേണമെന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, സോഫ്റ്റ് കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു. ഫോണിൽ നോക്കുമ്പോൾ ഫോണിൽ ഇത് മാത്രമല്ലല്ലോ ഉള്ളു, വേറെ ഒരുപാട് സംഗതി ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയില്ല. നമ്മൾ ആധികാരികമായ തഫ്സീറുകൾ എല്ലാ ആൾക്കാരുടെയും ഉണ്ടാവും. അങ്ങനെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ എഴുതിയതേ നിങ്ങൾ ഫോളോ ചെയ്യാവൂ എന്നാ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും പോയിട്ട് ആൾക്ക് ഒരു ഇന്ത്യയിൽ ഖുർആൻ പരിഭാഷയാണ്, നമ്മളിപ്പോ ഇതാണുള്ളത് എന്ന് വിചാരിച്ചിട്ട് വാങ്ങരുത്.
ഇബിൻ ഖസീറിന്റെ ഉണ്ട്, അത് ഇംഗ്ലീഷാണ്. അപ്പോഴോ പറ്റൂ? ഇബ്നു കസീറിന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്തായാലും അല്ല, അതൊരു 10 നമ്മൾ വോളിയുള്ള അറബിയിലേക്ക് ഒരു പോവാം. ബുക്ക്, അതൊരു 10 വോളിയുള്ള ഒരു സെറ്റാണ്. അപ്പൊ അങ്ങനെ ഓൺലി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതെല്ലാം എന്താണ്, കൊമേഴ്സിലേക്ക് പോവുകയാണ്. ഓക്കെ. ആ കൊമേഴ്സിലേക്ക് പോകുന്ന അത്രയും എഫർട്ട് ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെലവാക്കിയാൽ ഒരു നാട്ടിലെങ്കിലും ഒരാൾ ഖുർആൻ പഠിക്കുന്നവരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പള്ളിയിൽ പോകണം, ഓക്കെ. പള്ളിയിൽ പോയിട്ട് നിങ്ങൾ ആലോചിക്കുക, ഈ നമസ്കാരത്തിൽ പറഞ്ഞ കാര്യം മനസ്സിലാകുന്ന എത്ര പേര് പള്ളിയിലുണ്ട്? പിന്നെയും പരിഭാഷ അവിടെ വിൽപ്പന നടക്കും. എന്ത് ചെയ്യണം നമ്മൾ? പരിഭാഷ വിൽപ്പനയെ ഒരു സംഭവമാക്കി മാറ്റി. നിങ്ങൾ പ്രൊജക്ട് ബുക്ക് ചോദിക്കുന്നു, പ്രൊജക്ട് ബുക്ക് എൻ്റെ കയ്യിലില്ല. കാരണം ഈ എന്തുകൊണ്ട് റീപ്രിന്റ് ചെയ്ത് വിറ്റൂടാ? കച്ചവടം അല്ല നമ്മുടെ ലക്ഷ്യം. ഇത് പഠിക്കണം. ഇത് പഠിക്കുന്നവരെന്ത് ചെയ്യണം? പിന്നീട് നിങ്ങൾ ആയാത്ത് ഇൻസ്റ്റാൾ ചെയ്യൂ. അതിനകത്ത് ആധികാരികമായ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എന്തുണ്ട്? വ്യാഖ്യാനം നോക്കാൻ അറബിയിൽ വായിക്കും. നിങ്ങൾ 10 നാൾ വായിക്കുമ്പോൾ 10 വാക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾ പഠിച്ചല്ലാതെ 10 വാക്ക് കൂടുതൽ കിട്ടും. അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടും. 2 വർഷം കഴിയുമ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് അറബി വായിച്ചാൽ മനസ്സിലാവും. നമ്മളിതിന്റെ ലിങ്ക് ഒക്കെ അയച്ചിരുന്നു, അറബിയിലുള്ള ലിങ്ക് ഒക്കെ ഇടയ്ക്ക് അയച്ചിരുന്നില്ല. ഒരു ക്ലാസ് ആഴ്ച ഒരു ക്ലാസ് കേൾക്കണമെന്ന് പറയുന്നത്. അറബിയിലുള്ള ആഴ്ച ഒരു ക്ലാസ്, അറബിയിലുള്ള ക്ലാസ് കേൾക്കണം. ഖുർആൻ പരിഭാഷ ഈ വലിയ ഖാലി കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഖുർആൻ എഴുതിയിട്ടുണ്ടല്ലോ, റെക്കമെൻഡ് അത് ചെയ്യുന്നില്ല. അത് വായിക്കാൻ പറ്റുമോ? ഇല്ല. റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? മാറ്റല് ഉള്ളത് കൊണ്ടാണോ? മാറ്റം ഉണ്ടാവും. ശരി, ഉണ്ടാവും. മാറ്റം മാത്രമല്ല, ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചൊന്നും അല്ല ഇപ്പോൾ വരുന്ന പ്രസിദ്ധീകരണങ്ങൾ. അപ്പൊ അത് വായിക്കണ്ട. ഞാൻ പലതും നോക്കിയിട്ടുണ്ട്, അതിലൊക്കെ ഡിഫക്റ്റ് കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വലിയ കാതയിലേയും ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് വായിക്കണ്ട. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ തൽക്കാലം ഈ ആയാത്ത് പോലുള്ള ട്രാൻസ്ലേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് വ്യാഖ്യാനമല്ല വേണ്ടത്. ഇപ്പോൾ അറബിയിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ പരിഭാഷയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അതിനകത്ത് കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ പരിഭാഷയാണ് ഉള്ളത്, മലയാളത്തിലുള്ളത്. ബാക്കി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തത് നോക്കുന്നുണ്ട്. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ വലിയ ഇതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. വലിയ വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നാസിഖും മൻസൂഖും വായിച്ചു നോക്കാൻ മാത്രമേ പറയൂ. നമുക്ക് ഈ ഒറ്റ വാക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷെ കൂട്ടി വായിക്കുമ്പോഴാണ് പ്രശ്നം വരിക. ഒറ്റ വാക്ക് കിട്ടിയാൽ മതി തൽക്കാലം. പിന്നെ അങ്ങോട്ട് വായിച്ച് പോകുമ്പോൾ പിന്നീട് ശരിയായിക്കോളും. ഓക്കെ. ഞാനേ ഏതൊരു തഫ്സീർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് ഉദ്ദേശിക്കുന്നുണ്ട് ഞാന്. അപ്പൊ ഇവിടെ കോഴിക്കോട് നിന്ന് കിട്ടൂലല്ലോ, ഗൾഫിൽ നിന്നല്ലേ കിട്ടുള്ളൂ അറബിക് ട്രാൻസ്ലേഷൻ? അറബി തഫ്സീർ ആണെങ്കിൽ പിന്നെ എജ്യുമാർട്ടിൽ നോക്കുക. എജ്യുമാർട്ടില്. പക്ഷെ ഞാൻ പറഞ്ഞു വിട്ടതൊക്കെ അറബി തഫ്സീർ ആർക്കും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. കുർത്തുബിയോ അതുപോലെ തഫ്സീറൊന്നും കോഴിക്കോടൊന്നും കിട്ടാനില്ലെന്ന്. നിങ്ങൾ ചോദിക്കുക അവരോട്. നമ്മൾ ചെന്നിട്ട് എനിക്ക് ആവശ്യമുണ്ട്, ഇവിടെ കിട്ടുമെന്ന് ചോദിക്കുക. എജ്യുമാർട്ടിലാണ് കുറെ ഗ്രന്ഥങ്ങളുള്ളത്. ഗൾഫിൽ നിന്ന് കിട്ടൂലേ? ഗൾഫിൽ നിന്ന് കിട്ടും. നമ്മൾ അതിലേക്കാണ് പോകേണ്ടത്. എന്നാലേ നമ്മൾ നെക്സ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് പറയാവോ? ഏതായിരുന്നു ഉസ്താദ് റെക്കമെൻഡ് ചെയ്തത്? അത് ഞാൻ പറഞ്ഞാൽ എന്തായാലും വലിയ കാവി അതുപോലുള്ള സംഭവം പിന്നെ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇറക്കുന്നുണ്ടല്ലോ. അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല.
ഞാൻ ഒരു ഓർഡർ ചെയ്തപ്പോ അതാണ് കിട്ടിയത് എനിക്ക്, അതുകൊണ്ടാ ചോദിച്ചത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യബോധം ഇല്ല എന്ന് പറയുന്നത്. അതിപ്പോ ഇനി അത് നോക്കാറില്ല. പക്ഷെ ഞാൻ ഖുറാൻ ഇത്ര നാളും ഇൻസ്റ്റാൾ ചെയ്ത് പഠിപ്പിച്ചത് നിങ്ങൾക്ക് കോഴിക്കോട് വലിയ കാതിന്റെ ട്രാൻസ്ലേഷൻ ആണ് വാങ്ങിയെന്ന് പറഞ്ഞാൽ അല്ല. പരിതാപകരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത് വേറെ ഒരെണ്ണം പറഞ്ഞല്ലോ, കുഞ്ഞു മുഹമ്മദോ എന്തോ? കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ കേൾക്കുന്നത് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയുണ്ട്, ഒറ്റ വാള്യത്തിലുള്ളതുണ്ട്. നമുക്ക് കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒറ്റ വാള്യത്തിലുള്ള ഏതെങ്കിലും ഒരു അതെ, ഉസ്താന്റെ കയ്യിലുണ്ടോ അവിടെ പ്രിന്റ്? നമ്മൾ പ്രിന്റ് ഇല്ല, നമ്മൾ ഇറക്കിയിട്ടില്ല. അത് അപ്പൊ ഒരു ഓളിയാക്കാനുള്ളത് എങ്ങനെ കിട്ടും, എവിടെ കിട്ടും? ഒരുപാട് പറപ്പൂരിന്റെ അന്വേഷിച്ചിട്ട് വാങ്ങിക്കുക, കോഴിക്കോട് എവിടെയെങ്കിലും കിട്ടും. ഒരുപാടടുത്ത് അല്ലെങ്കിൽ ഖുർആൻ തിരക്കിയ ഭാഷ്യം എന്ന് പറഞ്ഞ് മലയാളത്തിലുണ്ട്. ഖുർആൻ ലളിതസാരമുണ്ട്, ഖുർആൻ ലളിതസാരമുണ്ട്, ഖുർആൻ ഭാഷ്യമുണ്ട്. അതൊക്കെ കുഞ്ഞു എവിടെ മുഹമ്മദ് കിട്ടും? പറപ്പൂരിന്റെ ഖുർആൻ ബോധനുണ്ട്. അതൊക്കെ വാള്യങ്ങളുള്ളതാണ്, വാള്യങ്ങളുള്ളതാണ്. വായിച്ചാൽ നമ്മള് കാര്യം നടക്കും. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടി വായിക്കുമ്പോൾ ആശയം മനസ്സിലാകാത്തല്ലേ. പക്ഷെ നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്തതാണ് നോക്കുന്നത് കൂടുതലും ഫോണില്. അന്ന് ഉസ്താദ് ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ ആയാത്ത് എടുക്കുക, ആയാത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട്, ഖുർആന്റെ അറബി വ്യാഖ്യാനം വരും. ആയാത്തൊന്നും അടിച്ചാൽ മതില്ല അല്ലേ? ആയാത്തൊന്നും പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. ആയാത്ത് AYAT. AY8 ആയാത്ത്. സൗദി അറേബ്യയുടെ ഔദ്യോഗിക സാധനമാണത്. അതിന്റെ നേരത്തെ ഞാനൊരു പരിഭാഷ തയ്യാറായി കൊടുത്തിരുന്നു അവർക്ക്. അവരാദ്യം അതിൽ അപ്ലോഡ് ചെയ്തിരുന്നു, 2 എണ്ണം കൊടുത്തിരുന്നു. അതിലൊന്ന് ഞാൻ കൊടുത്തായിരുന്നു. പക്ഷെ അത് പിന്നീട് അവർ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ മാത്രമാക്കി, ഒരെണ്ണം മാത്രമാക്കി. ശരി. അപ്പോ ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കുക. അടുത്ത വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അറബി വ്യാഖ്യാനത്തിലേക്കാണ് പോകുന്നത്. മലയാളത്തിൽ എഴുതപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അറബിയിൽ നമുക്ക് കിട്ടും. ബോധനം എങ്ങനെയാണ് അത്? അല്ല, വാങ്ങാനല്ല. തഫ്ഹീമുൽ ഖുർആൻ ഉണ്ട്, പിന്നെ അമാനി മൗലവിയുടെ അത് വേണ്ട, അതൊന്നും വേണ്ട, അത് വേണ്ട. ഞാൻ നിങ്ങൾക്ക് വാങ്ങാം. കുർത്തുബി ബോധനം ഒന്നും കൂടി മലയാളത്തിലുള്ളതാണെങ്കിൽ. അല്ല, എനിക്ക് അറബി ട്രാൻസ്ലേഷനാ കിട്ടണ്ടേ. അറബി വ്യാഖ്യാനമാണ്, തഫ്സീർ എന്നാ പറയാ. അറബി തഫ്സീർ. ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങുന്നതേ ചെയ്യാം, എത്തിക്കാം. അതെ, തഫ്സീർ ഖുർത്തുബി വാങ്ങി. ഖുർത്തുബി അറബി തഫ്സീർ എന്ന് പറഞ്ഞാൽ മതിയോ? തഫ്സീർ ഖുർത്തുബി, തഫ്സീർ ഖുർത്തുബി എന്ന് പറഞ്ഞാൽ മതിയോ? തഫ്സീർ ഖുർത്തുബി അല്ലെങ്കിൽ ഇബ്നു കസീർ. ഇബ്നു കസീർ അത് മലയാളം ഉണ്ടാവില്ലേ അല്ലേ? നിങ്ങൾ മലയാളത്തിലേക്ക് പോകേണ്ടതില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാവണ്ടേ കുറച്ച്? നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ട്? അതാ ഞാനും ആലോചിക്കുന്നത്, അത്രയും അറബി എങ്ങനെയാ വായിക്കുക? അങ്ങനെ അറബി നമുക്ക് അത്ര പെട്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുട്ടികൾ ഇപ്പം അറബി മനസ്സിലാവും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ മലയാളം പുസ്തകമാണോ വാങ്ങിക്കൊടുക്കുന്നത്? അവർ ഏത് പുസ്തകമാണ് വായിക്കാൻ പറയുന്നത്? സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, 3ലും 4ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, എന്റെ കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്കൊന്നും മലയാളം പുസ്തകം വായിച്ചു കൊടുത്തിട്ട് അവർക്ക് അതൊന്നും വേണ്ടെന്ന് പറയും. ഇംഗ്ലീഷ് പുസ്തകം, നോവലായാലും ഷോർട്ട് സ്റ്റോറി ആയിരുന്നാലും എന്ത് വാങ്ങിക്കൊടുത്താലും അവർ വായിക്കും. 3ാം ക്ലാസ്, 4ാം ക്ലാസ് ആദ്യം മുതലേ അങ്ങനെ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആദ്യമായി അങ്ങനെയല്ലേ പഠിക്കുന്നത്? നമുക്ക് മനസ്സിലാവും. തബയ്യനയുടെ മാല് മനസ്സിലായി, പിന്നെ അതേപോലെ യതബദ്ദലുവിന്റെ മാല് മനസ്സിലായി, യുൻസിയുടെ മാല് മനസ്സിലായി, പിന്നെ ഇപ്പൊ പറഞ്ഞ ഏതൊക്കെയാണ്, സമാവാത്തിന്റെ ഏകോപനം മനസ്സിലായി, തസ്അലൂനയാണ് എന്ന് മനസ്സിലായി. തസ്അലു എന്നുള്ളത് ഏത് വാക്കാൻ നമുക്ക് അറിയാത്തത്? എന്താ പ്രശ്നം? ഇത്രയും വൊക്കാബുലറി നമ്മളെ കുട്ടികൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്?
നോവൽ കൊടുത്താൽ വായിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്റെ പേരക്കുട്ടിക്ക് വായനയ്ക്ക് ഇപ്പം എന്താ അവർക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു, ഫോട്ടോ ഒക്കെ അയച്ചു റീഡിങ്ങിന്. 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടികളാണ്. എന്താ വായിക്കുന്ന അവർക്ക് മലയാളം ഒന്നും വായിച്ചു കൊടുത്താൽ പറ്റില്ല. മലയാളം പുസ്തകമൊന്നും വേണ്ട അവർക്ക്, ഇംഗ്ലീഷാണ്. എന്തുകൊണ്ട് അറബിയിലേക്ക് പോകുന്നില്ല? കാരണം നമുക്ക് അറബിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഇംഗ്ലീഷാണ് സ്കൂളിൽ പ്രാധാന്യം കൊടുക്കുന്നല്ല, നമുക്ക് പെട്ടെന്ന് അർത്ഥം ഇംഗ്ലീഷ് മനസ്സിലാവാം. സംസാരിച്ചില്ലെങ്കിൽ തലമുട്ട അടിക്കും. മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഡിഗ്രി പാസ്സായവർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഡിഗ്രി പാസ്സായ കുട്ടികളുടെ പേരൻസിന്റെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ അഡ്മിഷൻ കൊടുക്കണ്ടായിരുന്നു. ഇപ്പം പിന്നെ എല്ലാ സ്ഥലത്തും അഡ്മിഷൻ കൊടുക്കാൻ തുടങ്ങി. സ്കൂളുകളുടെ നിലവാരം തകർന്നുണ്ടെങ്കിലും കുട്ടികളെ ഇംഗ്ലീഷിലേക്ക് ആസക്തരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറബിയിലേക്ക് ആസക്തരാവൂ. കാരണം ഞാൻ പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എഴുതപ്പെട്ടതല്ല ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതല്ല, അറബിക്ക് തഫ്സീർ തന്നെ നോക്കണം നമ്മള്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ മലയാളത്തിൽ എഴുതപ്പെട്ട, ഉദാഹരണമായിട്ട് പരമകാരുണികൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചാരാണ്? വക്കം മൗലവിയുടെ സഹോദരി പുത്രനായ മുഹമ്മദ് മൈദീൻ എന്ന് പറയുന്ന ആളാണ്. മുഹമ്മദ് മൈദീൻ. കരുണാനിധി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് വക്കം മൗലവിയാണ്. പരമകാരുണികനും മഹാകാരുണികനും കരുണാനിധിയും എന്നാണ് വക്കം മൗലവി. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനാണ് മുഹമ്മദ് മൈദീൻ. പരമകാരുണികനും കരുണാനിധിയുമായ എന്ന്. അപ്പൊ അവർക്കൊക്കെ പുതിയ പുതിയ സംഗതികൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ലോകത്തിന് സംഭാവന? നമ്മൾ അവരെഴുതി വെച്ചതിനെ കോപ്പി അടിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കുക, ആർബളം പോലെ ഇങ്ങോട്ട് വരുന്ന ട്രാൻസ്ലേഷനിൽ എല്ലാത്തിലും പിന്നെ പരമകാരുണികനും കരുണാനിധിയും. എല്ലാവർക്കും എന്താ പരമകാരുണികനും കരുണാനിധിയും എന്നുള്ള വേറെ വാക്കൊന്നുമില്ല. റഹ്മാനും റഹീമും പറയാൻ വേണ്ടി നമ്മളും പറയുന്ന പരമകാരുണിക കരുണാനിധി എന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവും. അല്ല കരുണാനിധിയും പരമകാരുണികനും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം റഹ്മാൻ റഹീമും കാരുണ്യത്തിന്റെ ആധിക്യമാണ്. അങ്ങോട്ട് പറഞ്ഞാലും തിരിച്ചു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പുതിയ പുതിയ ടെർമിനോളജികൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത് വിട്ടിട്ട് വേറെ പോകണം. ഞാൻ കുറെ പരിഭാഷകൾ അമ്മ ജിസിന്റെ കുറെ പരിഭാഷ നോക്കിയപ്പോൾ എല്ലാം ഒരാൾ എഴുതിയതിന്റെ അതേ ഡിക്റ്റമാണ്, കോപ്പി അടിച്ചിരിക്കുന്നതാണ് മനസ്സിലായത്. ഒരാളുണ്ടാക്കിയ മിസ്റ്റേക്ക് ബാക്കി പലതിലും ഉണ്ട്. അപ്പൊ എന്താണ്? അവരെല്ലാം മുകളിൽ ആദ്യം എഴുതിയതിന്റെ കോപ്പിയാണ്. ജനങ്ങൾ അങ്ങനെ ആയിപ്പോയി. ജനങ്ങൾ ഈ ശൈലിയിലാണ് പഠിച്ചിരിക്കുന്നത്. അതേപോലെ ഞാൻ അവർ എഴുതുന്നു. ഇപ്പോഴും വാക്കുകൾ പ്രധാനപ്പെട്ട അർത്ഥം പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് ഓൺലൈനിലൊക്കെ ക്ലാസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാം പഠിപ്പിക്കുന്നത് വാക്കുകൾ ചേർന്നുള്ള അർത്ഥമാണ്. വാക്കുകൾ ചേർന്നും ആ സന്ദർഭത്തിലുള്ള വാക്കുകളാണ്. ഞാൻ അതുകൊണ്ടാണ് മലയാളം ട്രാൻസ്ലേഷൻ നോക്കാത്തത്. കാരണം ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ നോക്കി കഴിഞ്ഞാൽ ആ മലയാളം ട്രാൻസ്ലേഷൻ ഉള്ളതുപോലെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ അറബി വ്യാഖ്യാനങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് ഞാനത് മനസ്സിലാക്കിയ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുമ്പോഴത്തേക്ക് പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ ഉള്ളതുപോലത്തെ പദപ്രയോഗം ഉണ്ടാവും. എന്നാൽ ഞാനുള്ള ഒരു ട്രാൻസ്ലേഷൻ തുറന്നു വെച്ചിട്ടുണ്ട്. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഘടന എങ്ങനെ വരും എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. മാനൻസഹമിൻ ആയത്തിനാണ് അങ്ങനെ ശരിക്കും ഞാൻ അതിന്റെ ക്ലാസ് എടുക്കാൻ നേരത്ത് മാത്രമാണ് അത് നോക്കിയത്. എങ്ങനെ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞിരിക്കും. അതിന് മുമ്പ് ഞാൻ മലയാളം വ്യാഖ്യാനം നോക്കിയതേ ഇല്ല. മലയാളം ട്രാൻസ്ലേഷൻ്റെ എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ നോക്കിയതേ ഇല്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞു നോക്കണം. അപ്പൊ മാ അൻസഖ് എന്ന് പറഞ്ഞാൽ ഇൻ അൻസഖ് എന്നാണ്. മാ നെഗറ്റീവ് അല്ല എന്നത് എനിക്കറിയാം. ആർത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ട്രാൻസ്ലേഷൻ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് വഅലൈക്കും ഒരു അസ്സലാം സംശയം. വറഹ്മത്തുള്ളാഹി ജസാക്കല്ലാഹു ഖൈർ. വയ്യാക്കും. ഉസ്താദ് ഒരു സംശയം. പറഞ്ഞോ ഹലോ. പറഞ്ഞോ. വെള്ളിയാഴ്ച ഒറ്റ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഏത് വെള്ളിയാഴ്ചയിലും ഒറ്റ നോമ്പ് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ചക്ക് മുൻഗണന കൊടുക്കുന്നു? അല്ല, വെള്ളിയാഴ്ച ചില ദിവസങ്ങളിൽ നോമ്പ് വരുമല്ലോ, അറഫാ ദിനം, പിന്നെ അല്ലാതെ എന്തെങ്കിലും അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ടും പിന്നോടിയായിട്ടും എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. അതായത് ഒരു റീസൺ വരുന്നത്, അതായത് നമ്മളിപ്പം വെള്ളിയാഴ്ചക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രാധാന്യം ഹദീസുകളിൽ വന്നിട്ടില്ല എന്നതുകൊണ്ട് എന്ത് ചെയ്യാണ്, എന്നതുകൊണ്ട് അങ്ങനെ വെള്ളിയാഴ്ചക്ക് പ്രാമുഖ്യം കൊടുക്കാൻ പറ്റില്ല. അതേസമയം ഒരാൾ അവധി ദിവസമാണ്, എനിക്ക് അവധി ദിവസമാണ് നോമ്പൊഴിക്കാൻ പറ്റിയത്, അപ്പൊ വെള്ളിയാഴ്ച എനിക്ക് അവധിയാണ് എങ്കിൽ എന്ത് ചെയ്യാം, വെള്ളിയാഴ്ച നോമ്പൊഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരിടത്ത് വെള്ളിയാഴ്ച അതൊന്ന്. രണ്ടാമത്, ഇനി അറഫ നോമ്പ് വെള്ളിയാഴ്ച വരികയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഹറം 10 വെള്ളിയാഴ്ച വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ ദിവസം പിടിക്കുന്നതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. അതെന്താണ്, സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, അത് സുന്നത്താണല്ലോ. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നെങ്കിൽ അത് സുന്നത്തിലുണ്ടാകണം. ആ സുന്നത്തിലുള്ളത് വെള്ളിയാഴ്ച, തിങ്കളും വ്യാഴവുമാണ്. അങ്ങനെയല്ല, എനിക്ക് സൗകര്യം, വെള്ളിയാഴ്ച എനിക്ക് കുറച്ച് സൗകര്യമുണ്ട്, അതുകൊണ്ട് എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞായറാഴ്ചയാണ് അവധിയുള്ളത്, ഞാൻ ഞായറാഴ്ച നോമ്പ് പിടിക്കും, എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്റെ അറിവ് വെള്ളിയാഴ്ചയായിട്ട് ഒറ്റ നോമ്പ് എടുക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച നോമ്പ് എടുത്തിട്ടുണ്ട്. അല്ല, വെള്ളിയാഴ്ച ഒറ്റ നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇപ്പം നമ്മൾ അറഫ നോമ്പ് വെള്ളിയാഴ്ച ഉണ്ട്, അപ്പൊ അങ്ങനെ വെള്ളിയാഴ്ച പിടിക്കണ്ട എന്നല്ല പറഞ്ഞില്ല. അതായത് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതിനെന്താണ്, അത് സുന്നത്തിൽപ്പെട്ടതാണ്. അത് വെള്ളിയാണോ വ്യാഴമാണോ തിങ്കളാണോ എന്നുള്ളതൊന്നും പ്രശ്നമില്ല. അതേസമയം നമ്മൾ ഒരു ദിവസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്നതാണ് വിഷയം. നമ്മൾ വെള്ളിയാഴ്ചക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു, അപ്പൊ വെള്ളിയാഴ്ച ജുമാ ദിവസമാണല്ലോ, അങ്ങനെ മഹത്വമുള്ള ദിവസമാണല്ലോ, അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച നോമ്പ് പിടിക്കുന്നു എന്ന് കരുതാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം എനിക്ക് വെള്ളി അവധിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യമുണ്ട്, എനിക്ക് വ്യക്തിപരമായ ഒരു സൗകര്യം എനിക്ക് അതുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ദിവസം ചെയ്യുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളിയാഴ്ച എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ അറിവ് വെച്ച് പറയുകയാണ്, എന്റെ അറിവ് പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട അറിവുമാണ്. വെള്ളിയാഴ്ച നോയമ്പ് പിടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ വ്യാഴാഴ്ച കൂടെ പിടിക്കണം, അല്ലെങ്കിൽ ശനിയാഴ്ച കൂടെ പിടിക്കണം, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും. അതായിരിക്കും അങ്ങനെ ഒരു കൗല് ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതായത് വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഞാൻ വെള്ളിയാഴ്ച ഇന്ന് എന്തെങ്കിലും സവിശേഷത ഉണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച നോമ്പ് പിടിക്കും എന്ന് വിചാരിച്ച് നോമ്പ് പിടിക്കാൻ പാടില്ല. കാരണം അതിന് സുന്നത്തിൽ തെളിവില്ലാത്ത. അതേസമയം എനിക്ക് എന്താ ഒരു സൗകര്യമാണ് വെള്ളിയാഴ്ച. നമുക്കൊരു വെള്ളിയാഴ്ച നോമ്പ് എടുക്കണമെന്ന് ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്? സൗദി അറേബ്യയിൽ വെച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വെള്ളിയാഴ്ച അവർക്ക് അവധിയാണ്, ഇപ്പൊ അവിടെ അവധിയാണല്ലോ, അപ്പൊ വെള്ളിയാഴ്ച എനിക്ക് അവധി ദിവസങ്ങളിൽ ചെയ്യുന്ന, അല്ലാത്ത ദിവസങ്ങളിൽ യാത്രയും ഒക്കെ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാവുന്നു എന്നതുകൊണ്ട്, യാത്ര എന്ന് പറഞ്ഞാൽ ജോലിക്കൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ പ്രയാസകരമാണ് എന്നതുകൊണ്ട് വ്യാഴമോ തിങ്കളോ പിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പൊ ഞാൻ അവധി ദിവസം പിടിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കുഴപ്പമില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിനെന്തെങ്കിലും മഹത്വമുണ്ട്, ആ ദിവസത്തിന് എന്തെങ്കിലും മഹത്വമുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കാൻ പാടില്ല. മറിച്ച് നമ്മളെ വ്യക്തിപരമായി എനിക്ക് സൗകര്യമുണ്ട് അന്ന്, ആ അർത്ഥത്തിൽ നോമ്പ് പിടിക്കുന്നതിന് കുഴപ്പം. നാളെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കാമല്ലോ, അപ്പൊ വെള്ളിയാഴ്ച അറഫാ ദിനവും വരുന്നത് എടുക്കാമല്ലോ. അത് വേറെ വിഷയം, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. വെള്ളിയാഴ്ച അറഫയാണെങ്കിൽ വെള്ളിയാഴ്ച അറഫ നോമ്പ് പിടിക്കും. ഓക്കെ, ചെയ്യട്ടെ.